യെശയ്യാ പ്രവചനം 40-ാമത്തെ അധ്യായം എടുക്കാമോ? യെശയ്യാ പ്രവചനം 40-ാമത്തെ അധ്യായം. യെശയ്യാ പ്രവചനം 40-ാമത്തെ അധ്യായം 28 മുതലുള്ള തിരുവചനങ്ങൾ, 27 മുതലുള്ള വചനങ്ങൾ വായിക്കാമോ? യെശയ്യാ പ്രവചനം 40-ാം അധ്യായം എല്ലാവരും എടുത്ത് 27 മുതലുള്ള തിരുവചനങ്ങൾ ഉറക്കെ വായിച്ചോ. യാക്കോബേ, ഇസ്രായേലേ, എൻ്റെ വഴികൾ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു, എൻ്റെ അവകാശം ദൈവം കണക്കിലെടുക്കുന്നില്ല എന്ന് നീ പരാതി പറയുന്നത് എന്തുകൊണ്ടാണ്? അല്ലേ, ഇപ്പോൾ ഒരു ചോദ്യം പ്രഭാതത്തിൽ കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്. വായിച്ചേ. യാക്കോബേ, ഇസ്രായേലേ, എൻ്റെ വഴികൾ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു, എൻ്റെ അവകാശം ദൈവം കണക്കിലെടുക്കുന്നില്ല എന്ന് നീ പരാതി പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഒരു പരാതിയെ പറ്റിയാണ് വചനം ഓർപ്പിക്കുന്നത്. ഒരു പരാതി നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? അല്ലേ, ഒരു പരാതിക്ക് നമ്മൾ കർത്താവിനോട് പറയുകയാണ്, എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ദൈവം കേൾക്കാത്തത്? അല്ലേ, ഞാൻ പ്രാർത്ഥിക്കുന്ന നെടുവീർപ്പുകളൊന്നും ദൈവസന്നിധിയിൽ എത്തുന്നില്ലേ? ഞാൻ എത്രയോ നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള പരാതികൾ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതത്തെ നോക്കി കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമാണ്. വായിച്ചേ. 28 മുതലുള്ള വചനം. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, നിങ്ങൾ കേട്ടിട്ടില്ല. ഉച്ചത്തിൽ വായിക്കണം, ഇന്ന് ഉറങ്ങരുത്, ഉറക്കെ വായിക്കണം. വായിച്ചേ. നിങ്ങൾക്കറിഞ്ഞുകൂടെ, നിങ്ങൾ കേട്ടിട്ടില്ലേ, കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സൃഷ്ടാവുമാണ്. അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല. അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ്. അല്ലേ, തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തി അറ്റുവീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരും. വളരെ മനോഹരമായ വചനമാണ്. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. അനേകം ആളുകളെ ബലപ്പെടുത്തിയ ഒരു ദൈവവചനമാണത്. അല്ലെ, അനേകം ആളുകളെ ബലപ്പെടുത്തിയൊരു ദൈവവചനമാണ്. നമ്മുടെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് അത്. പലപ്പോഴും നമ്മൾ കർത്താവ് ചില കാര്യങ്ങൾ കേൾക്കുന്നില്ല. നമ്മൾ ചില കാര്യങ്ങൾ അനേകം നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാകാം. ഇന്ന് രാവിലെ ഒരു കുടുംബം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒരുപാടൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി നാളുകൾ പ്രാർത്ഥിക്കുന്നു, ജപമാല ചെല്ലുന്നു, കരുണക്കൊന്ത ചെല്ലുന്നു, ഞങ്ങൾ മുടങ്ങാതെ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നു, പക്ഷെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ക്രമത്തിലേക്ക് ഞങ്ങളുടെ ജീവിതം ഉയരുന്നില്ല. അതെന്താണ് എന്ന് ചോദ്യം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പ്രാർത്ഥനയ്ക്കും നമ്മൾ കണക്ക് പറയാൻ പാടില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ആത്മീയ മേഖലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇതാണ്. നമ്മൾ ഒന്നിനും ദൈവസന്നിധിയിൽ കണക്ക് പറയാനായിട്ട് പാടില്ല. അല്ലേ, എത്രയായാലും അത് തികയുകയില്ല. ജീവന്റെ വിടുതൽ വില വളരെ വലുതാണ് എന്നൊരു വചനമുണ്ട്. എടുക്കാമോ? സങ്കീർത്തനങ്ങളുടെ പുസ്തകം 49-ാമത്തെ അധ്യായം. സങ്കീർത്തനങ്ങൾ 49. ഈ കണക്ക് നമ്മൾ പറയുന്നത് ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളൊരു കാര്യത്തിന് കണക്ക് പറയുന്ന എപ്പോഴാണ്? നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു സ്നേഹം നഷ്ടപ്പെടുമ്പോഴാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തതിനൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, കണക്ക് പറയാറ്. നമ്മളൊരു കണക്ക് പറഞ്ഞു തുടങ്ങിയോ അന്നേരെ ഓർത്തോണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ധ്യാന കേന്ദ്രത്തിൽ ഞാൻ ചെയ്ത കാര്യത്തിനൊക്കെ ഞാൻ കണക്ക് പറഞ്ഞു തുടങ്ങി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയാമോ? എനിക്കിതുമായിട്ടുള്ള ആത്മീയ ബന്ധം നഷ്ടപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലേ, ഒരപ്പൻ മക്കൾക്ക് വേണ്ടി ചെയ്തതിൻ്റെ കണക്ക് പറയാൻ തുടങ്ങി എന്ന് പറയാൻ അർത്ഥം അപ്പനും മക്കളും തമ്മിലുള്ള ആത്മീയ ബന്ധം തകരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതായത് അവിടെ ഒരു 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 കണക്കില്ല. അല്ലേ, അപ്പോൾ അവർ ചെയ്യുന്നതിനൊരു കണക്കില്ല. നമ്മളൊരു കണക്ക് വെച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതൊരു പരിധിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ വായിച്ച സങ്കീർത്തനങ്ങളുടെ പുസ്തകം 49-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം. അതാണ് സങ്കീർത്തനങ്ങൾ 49:7. വായിക്കാമോ? തന്നെ തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവന്റെ വില ദൈവത്തിന് കൊടുക്കുവാനോ ആർക്കും. വളരെ ശ്രദ്ധിച്ചു വായിക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. അനേകം പരാതികൾക്കുള്ള ഉത്തരമാണത്. വായിച്ചേ. തന്നെ തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവന്റെ വില ദൈവത്തിന് കൊടുക്കുവാനോ ആർക്കും കഴിയുകയില്ല. അടുത്ത വചനം, ജീവന്റെ വിടുതൽ വില വളരെ വലുതാണ്, എത്രയായാലും അത് തികയും. 25 വർഷം നീ മുട്ടിന്മേൽ നിന്നാലും നിന്റെ ജീവിതത്തെ രക്ഷിച്ചെടുക്കാൻ ആ പ്രാർത്ഥന പര്യാപ്തമാണോ?
പര്യാപ്തമല്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ 10 വർഷം കുർബാനയ്ക്ക് പോയതിൻ്റെ കണക്ക് നീ പറയരുത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ജീവന്റെ വിടുതൽ വില വളരെ വലുതാണ്. എത്രയായാലും അതെന്തില്ല, അത് തികയില്ല. കാൽവരി കുരിശിൽ കർത്താവ് നൽകിയ വിലയോട് ചേർക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് വെറും ചില്ലറ നാണയങ്ങളാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഈ പരാതി നമ്മൾ ദൈവസന്നിധിയിൽ പറയാൻ പാടില്ല. അനേകം ആളുകൾ ധ്യാനകേന്ദ്രത്തിൽ വന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലെ, ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നിട്ട് ഇത് മാറിയില്ലല്ലോ. ഇന്നും നീ ഭൂമിക്ക് മേളിൽ ജീവിച്ചിരിക്കുന്നത് ഈ പ്രാർത്ഥന ഉള്ളത് കൊണ്ടാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി പ്രാർത്ഥിക്കുമ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രാർത്ഥിച്ച് ഒരിക്കലും ദൈവ പദ്ധതികളെ മാറ്റാൻ പരിശ്രമിക്കരുത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതൊരു ആത്മീയ സത്യമാണ്. അത് ഡാനിയേൽ അച്ഛൻ പഠിപ്പിച്ചൊരു സത്യമാണ്. അതായത് പ്രാർത്ഥിച്ച് ദൈവ പദ്ധതിയെ നമ്മൾ തകിടം മറിക്കരുത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പ്രാർത്ഥിച്ച്, അതായത് ഒരു കാര്യം വരികയാണ്, ഒരു കാര്യം വരുമ്പോൾ അത് ദൈവം അറിയാതെ ഒരു മുടിയുടെ പോലും പോവില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അല്ലേ, അതിനൊക്കെ കുറച്ചുകൂടെ നമ്മൾ കയറി വരണം. പെട്ടെന്നൊരു ലോ ലെവലിൽ നിന്ന് നമുക്കിത് മനസ്സിലാവില്ല. അത് കുറേ കൂടി ഇതിലാണ്. അതായത് ഒരു സഹനം വരുന്നു, ഒരു കഷ്ടപ്പാട് വരുന്നു. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾ ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുന്ന ഒരാൾ പ്രാർത്ഥിക്കേണ്ടത് ഇത് ഏറ്റെടുക്കാനുള്ളൊരു ശക്തിക്ക് വേണ്ടി മാത്രമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് നമ്മളൊരു സഹനം വരുമ്പോൾ നമ്മളത് മാറിപ്പോകാനല്ല പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് അത് ഏറ്റെടുക്കാനുള്ള ഒരു കൃപ കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പം എൻ്റെ മുമ്പിലിരുന്ന കുടുംബത്തോട് ഞാൻ പറഞ്ഞതാണ്, നിങ്ങളുടെ മേഖലയിൽ ഒരു ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ പറയണം, വെച്ചാൽ ഞങ്ങൾക്കൊരു ഉയർച്ചയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ദൈവം അറിയാതെ വന്നൊരു കാര്യമാണോ? ആണോ? പറ, ആണോ? അല്ല, ദൈവം അറിയാതെ വന്നതല്ല. അത് നമ്മൾ ഏറ്റെടുക്കണമെന്ന് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ചില ബുദ്ധിമുട്ടുകൾ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അത് നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വരുമ്പോൾ അത് പെട്ടെന്ന് മാറിപ്പോകാനല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് കർത്താവേ ഇത് ദൈവഹിതമാണെങ്കിൽ, ഈശോ ഗെത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? ഈ പാനപാത്രം മാറണ്ട, മറിച്ച് കർത്താവേ അങ്ങയുടെ ഹിതം നിറവേറട്ടെ. ഇപ്പം ക്യാൻസർ വരുമ്പോൾ ക്യാൻസർ മാറാനല്ല പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് ക്യാൻസർ ആണെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് മാറാതെ വിശ്വാസത്തിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വിശ്വാസി എന്ത് ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കേണ്ടത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ക്യാൻസർ മാറാൻ വേണ്ടിയിട്ടാണ് മെഴുകുതിരിക്കുന്നത്. അത് ക്യാൻസർ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. മനസ്സിലാവുന്നുണ്ടോ? നിന്റെ ശരീരത്തിൽ ക്യാൻസർ വരണമെന്നുള്ളൊരു ദൈവ പദ്ധതിയാണ്. അതിനെ ഏറ്റെടുക്കാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ക്യാൻസർ ഒരു അഭിഷേകമായിട്ട് കർത്താവ് മാറ്റും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതാണ്, അതിലേക്ക് നമ്മൾ വരണമെങ്കിൽ നമ്മൾ 1-ാം ക്ലാസ്സിൽ നിൽക്കുന്നവർക്ക് ഇത് മനസ്സിലാവില്ല. ഒരു 12-ാം ക്ലാസ്സിലേക്ക് വരണം. ആ ഒരു ആത്മീയ സ്റ്റാൻഡേർഡിലേക്ക് വന്നാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. എനിക്കിത് ആദ്യം മനസ്സിലായിട്ടില്ല. അപ്പോൾ അച്ഛൻ പറയുന്നൊരു കാര്യം ഇതാണ്, അതായത് ഡാനിയേൽ അച്ഛൻ പറയുകയാണ്, നമുക്ക് കർത്താവ് ഒരു സഹനം തരുമ്പോൾ നമ്മളതിനെ പ്രാർത്ഥിച്ച് നമ്മളതിനെ മാറ്റാനായിട്ട് എന്ത് ചെയ്യരുത്? പരിശ്രമിക്കരുത്. മറിച്ച് അത് ദൈവ പദ്ധതി ആയതുകൊണ്ടാണല്ലോ വന്നത്. അത് വരുമ്പോൾ അതിലൂടെ എന്താണോ കർത്താവ് ഉദ്ദേശിക്കുന്നത് അത് പൂർത്തിയാകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നമുക്ക് ക്യാൻസർ വരുമോ അത് മാറുമോ എന്നുള്ളതല്ല ദൈവത്തിൻ്റെ മനസ്സ്. ദൈവത്തിൻ്റെ മനസ്സ് ക്യാൻസറെങ്കിലും തന്നിട്ട് ഇവനെ സ്വർഗത്തിലെത്തിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ക്യാൻസർ വരുമ്പോൾ കുറേ പ്രാർത്ഥിക്കുമല്ലോ എന്ന് കണ്ടിട്ടാണ് കർത്താവ് ഒരു രോഗം നമുക്ക് തരുന്നത്, ഒരു ദുരിതം നമുക്ക് തരുന്നത്, ഒരു ഭാരം നമുക്ക് തരുന്നത്. അതിലൂടെ ക്യാൻസർ മാറി ഈ ഭൂമിയിൽ 10 ദിവസം കൂടുതൽ നിന്നെ ജീവിപ്പിക്കുക എന്നുള്ളതല്ല ദൈവത്തിൻ്റെ പദ്ധതി, മറിച്ച് 10 ദിവസം മുമ്പേ നീ മരിച്ചാലും നിന്റെ ആത്മാവിനെ സ്വർഗത്തിലെത്തിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് ചില വിസകൾ നിഷേധിക്കപ്പെടും, അല്ലേ? ചില ആളുകൾക്ക് നിരന്തരമായിട്ട് വിസ നിഷേധിക്കപ്പെടും. ചില രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റില്ല, ഭയങ്കര അസ്വസ്ഥത വരും. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് 1/2 മാർക്കിനൊക്കെ ചിലപ്പോൾ ഒരു പരീക്ഷ തോറ്റുപോകും. എന്തിനാ തോപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, അവിടെ പോയി ബ്ലാക്ക് മാസിൻ്റെ അടിമയാകുന്നതിനേക്കാൾ നല്ലത് വിസ തടസ്സത്തിലൂടെ കടന്നു പോകുന്ന 3 മാസങ്ങളെങ്കിലും പ്രാർത്ഥിച്ച് ഒരാത്മവിശുദ്ധിയിൽ നീ കാനഡയിൽ ചെന്നാൽ നിന്റെ ആത്മാവ് കാനഡയിൽ നഷ്ടപ്പെടില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ദൈവത്തിൻ്റെ പൊരുൾ. ഇങ്ങനെ മനസ്സിലാക്കണം ജീവിതത്തെ. ഇങ്ങനെ നമ്മൾ ജീവിതത്തെ കണ്ടാൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ പരാതികളില്ല. മനസ്സിലാവുന്നു? ഭയങ്കര ഫ്രീ ആവും നമ്മുടെ ജീവിതം, ഭയങ്കരമായിട്ട് ഫ്രീ ആവും. കാരണം നമുക്ക് ഈ അതിലേക്കൂടെ പോകുന്ന വിഷയങ്ങളൊന്നും നമ്മുടെ തലയിലേക്ക് കയറില്ല. അത് നമ്മുടെ വിഷയമല്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ട്? അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? നമ്മുടെ ഈ ഇതിലേക്കൂടെ പോകുന്ന സകല കാര്യങ്ങളും നമ്മൾ തലയിലേക്ക് ചുമന്നു വെക്കും. അതിനനുസരിച്ച് ജീവിതത്തിൻ്റെ ഭാരം കൂടും, അസ്വസ്ഥതകൾ വർദ്ധിക്കും.
നമുക്കുള്ള കാര്യത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിനകത്ത് പോലും നമുക്കൊരു സന്തോഷം ഉണ്ടാവത്തില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി പേരെ ധ്യാന കേന്ദ്രത്തിൽ കണ്ടിട്ടുണ്ട്. അതായത് നമുക്ക് കണ്ടാൽ കേട്ടാൽ നമുക്ക് സങ്കടം തോന്നും, നമുക്ക് സങ്കടം തോന്നും. കഴിഞ്ഞ ദിവസം പട്ടത്ത് ആരാധന നടക്കുന്ന സമയത്ത് അവിടെ എല്ലാ മാസവും 16-ാം തീയതി 1 മണിക്കൂർ അഡോറേഷൻ ഉണ്ട്. എല്ലാ മാസവും 16-ാം തീയതി രാത്രിയിൽ 7 മണി തൊട്ട് 8 മണി വരെ ഒരു ആരാധന നടക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ വന്നു. എല്ലാവരെയും തലയിലൊക്കെ കൈവച്ച് പ്രാർത്ഥിച്ചു. ഒരു കുടുംബം വന്ന് അവരെനിക്ക് നേരത്തെ അറിയാവുന്നവരാണ് അല്ലേ. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, മാറി നിൽക്ക്, നിങ്ങൾ അവസാനം ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 2 അച്ഛന്മാരോടുണ്ട്. ഞങ്ങളവരെ ഖബറിനകത്തേക്ക്, മറിവാനിയോസ് പിതാവിൻ്റെ ഖബറിനകത്തേക്ക് കൊണ്ടുപോയി ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ കുഞ്ഞ് എന്ന് പറയുന്നത് 7-8 വയസ്സ് പ്രായമുള്ളൊരു കൊച്ചു പയ്യനാണ്. അപ്പോൾ ഒരു ഹൈന്ദവ കുടുംബം ഒത്തിരി നാളുകൊണ്ട് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്നവരാണ്. ഇവൻ്റെ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞ് ബോൺ മാരോ മൊത്തവും മാറ്റിവെക്കാനായിട്ട് ഒരു ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് പോകാൻ വേണ്ടി ഇരിക്കുന്നൊരു കുഞ്ഞാണ്. ക്യാൻസർ ബാധിച്ച് ശരീരത്തിൻ്റെ മജ്ജ മുഴുവൻ മാറ്റിവെക്കാനായിട്ട് ഈ ആഴ്ചയിൽ വെല്ലൂർ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ഒരു കുടുംബമാണ്. അവരാണ് വന്നത്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവരവരുടെ ജീവിതത്തിൻ്റെ ഒരു ഹൈന്ദവ കുടുംബം. അവർ ധ്യാന കേന്ദ്രത്തിൽ ഡാനിയൽ അച്ഛൻ്റെ ടോക്കുകളൊക്കെ കേട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ ഈ വളരെ നിർധനമായ ഒരു കുടുംബം, അവർക്ക് പല രീതിയിൽ ഈ പൈസയൊക്കെ കിട്ടി. അങ്ങനെ 10-35 ലക്ഷം രൂപ ഈ ആഴ്ചയിൽ ആവശ്യമുണ്ട്. അതെല്ലാം കിട്ടി, എല്ലാം കിട്ടി. അവർ പറയണം അധികം കിട്ടി, ഇഷ്ടം പോലെ കിട്ടി. അങ്ങനെ ഒത്തിരി പേര് സഹായിച്ചു. അങ്ങനെ അവരിതിനെ കൊണ്ടുപോവാണ്. അപ്പം ഞാൻ ഈ കുഞ്ഞിനെ ഖബറിനകത്തേക്ക് കൊണ്ടുപോയി പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു, മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ കണ്ണ് നിറയാത്തവനാണ് ഞാൻ. പക്ഷേ എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം അവരുമായിട്ട് എനിക്ക് രക്തബന്ധമില്ല. ഞാൻ 2-3 തവണ ഇവരെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇവരോട് ഒരുപാട് തവണ സംസാരിച്ചിട്ടുണ്ട്. ഡാനിയൽ അച്ഛൻ്റെ പ്രത്യേക പ്രാർത്ഥനയിലുള്ളൊരു കുടുംബമാണ്. അങ്ങനെ അവരുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരെന്നോട് പറയുന്നതെന്നറിയാമോ? മാമോദീസ സ്വീകരിക്കാത്തൊരു കുടുംബം, ഈശോയെ രക്ഷകന് നാഥനുമായി സ്വീകരിച്ചിരിക്കുന്ന കുടുംബം. കുഞ്ഞിന് ക്യാൻസറാണ്. ഈ കുഞ്ഞിൻ്റെ മൂത്തവൻ അവനാണ് മജ്ജ കൊടുക്കുന്നത്. അപ്പോൾ 2 കുഞ്ഞുങ്ങളെ ഓപ്പറേഷൻ ടേബിളിലേക്ക് കൊണ്ടുപോകണം. ഒരമ്മയാണ്, 10-38 വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടി, മനസ്സിലാവുന്നുണ്ട്. പാരമ്പര്യ ക്രിസ്ത്യാനി അല്ല, ഈശോയെ യൂട്യൂബിലൂടെ കേട്ട് അറിഞ്ഞ് വിശ്വസിച്ച് വന്ന ഒരാള്. ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ ഉള്ളിലൊരു സങ്കടം. ഇപ്പം എൻ്റെ കൂടെയുള്ള അച്ഛനത് മനസ്സിലായതുകൊണ്ട് അച്ഛൻ പിന്നെ സംസാരിക്കാൻ തുടങ്ങി. കാരണം എൻ്റെ തൊണ്ടയിടറി. കാരണം ഈ കുഞ്ഞിനെ ഈ ബുധനാഴ്ച അവർ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഞാൻ അവനെ ഇങ്ങനെ ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കുമ്പോൾ സങ്കടം കൊണ്ടല്ല എൻ്റെ മനസ്സിൽ ഇത് വന്നത്, കർത്താവ് ഇടപെടുന്ന വഴികളെ ഓർത്തിട്ടാണ്. കാരണം അത്രയും ബുദ്ധിമുട്ടിലൂടെ നമുക്കത് ആ പൈസ സംഘടിപ്പിക്കാനൊക്കെ പറ്റിയത്. അപ്പോൾ ഞാനിവരെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇവർ വന്നിട്ട് എന്നോട് പറയണം, അച്ഛാ ആരോഗ്യമുള്ളൊരു കുഞ്ഞുമായിട്ട് ഞങ്ങൾ ഈ ആലയത്തിൽ വന്ന് സാക്ഷ്യം പറയും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ട്? ആരോഗ്യം, വളരെ വിശ്വാസം കണ്ടോ? ആരോഗ്യമുള്ളൊരു കുഞ്ഞുമായിട്ട് ഞങ്ങൾ ഈ ആലയത്തിലേക്ക് വന്ന് ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ കർത്താവിന് സാക്ഷ്യപ്പെടുത്തും. 40 വർഷമായിട്ട് പള്ളി വിശുദ്ധ കുർബാന കണ്ടിട്ടും ഒരു വേദന വരുമ്പോൾ നമുക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ്. ഇത് മാറുന്നില്ലല്ലോ, മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങൾ 40 വർഷമായിട്ട് അങ്ങനെയാണ്, ഞങ്ങളത് ചെയ്തു, ഞങ്ങൾ ഇത് ചെയ്തു. ഈ കണക്ക് പറഞ്ഞത് മുഴുവൻ നീ നിനക്ക് വേണ്ടി ചെയ്തതിൻ്റെ കണക്കാണ്. കർത്താവിന് വേണ്ടി ചെയ്താൽ നീ ഒരിക്കലും കണക്ക് പറയില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ എവിടെയെങ്കിലും നീ കണക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പള്ളിക്ക് കൊടുത്തതിൻ്റെ പേരിൽ, സുവിശേഷത്തിന് കൊടുത്തതിൻ്റെ പേരിൽ, അവിടെ കൊടുത്തതിൻ്റെ പേരിൽ ഏതെങ്കിലും കണക്കുകൾ നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, കണക്ക് പുസ്തകം വീട്ടിലുണ്ടെങ്കിൽ അന്നേരം ഓർത്തോണം, ഇത് മുഴുവൻ എന്താണ്? സ്നേഹം നഷ്ടപ്പെട്ടു പോയതിൻ്റെയാണ്. നീ നിനക്ക് വേണ്ടി ചെയ്തതിൻ്റെ കണക്കാണ്. കർത്താവ് നിനക്ക് വേണ്ടി ചെയ്തതിൻ്റെ കണക്ക് ചോദിച്ചാലോ? അതാണ് കർത്താവ് പറയുന്നത്, ജീവന്റെ വിടുതൽ വില വളരെ വലുതാണ്, എത്രയായാലും അത് എന്ത് ചെയ്യില്ല? തികയുകയില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് 4 വർഷം കരുണക്കൊന്ത എലിയൻ്റെ കണക്ക് എന്ത് ചെയ്യരുത്? പറയരുത്. മനസ്സിലാവണം? 20 വർഷം കർത്താവിനെ പ്രഘോഷിച്ചതിൻ്റെ കണക്ക് എന്ത് ചെയ്യരുത്? പറയരുത്. 20 അല്ല, അതിനേക്കാൾ കൂടുതൽ വേദന കർത്താവ് നിനക്കും നിന്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി കുരിശിൽ ഏറ്റെടുത്തിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വെറും നയാ പൈസകളാണ്. മനസ്സിലാവുന്നുണ്ട്? ഇതൊക്കെ വെറും തുട്ടുകളാണ്. മനസ്സിലാവുന്നുണ്ട്? ഇതൊന്നും അത് പരിധിയിലെത്തില്ല, പുറത്ത് കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ വചനം പറയുകയാണ്, ഇതിൻ്റെ കണക്ക് നമ്മൾ പറയരുത്. അതാണ് നമ്മൾ വായിച്ചത്. യെശയ്യാ 40 എടുത്ത് നമ്മൾ കണ്ടത് 27-ാമത്തെ അധ്യായം. എൻ്റെ അവകാശം ദൈവം കണക്കിലെടുക്കുന്നില്ല എന്ന് നീ പരാതി പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരിക്കൽ കൂടി ആ ചോദ്യം വായിച്ചേ. വളരെ മനോഹരമായ ഒരു ചോദ്യമാണ്. വായിക്കാമോ? യാക്കോബേ ഇസ്രായേലേ, യെശയ്യാ 40:27 വായിച്ചേ. യാക്കോബേ ഇസ്രായേലേ, എൻ്റെ വഴികൾ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു, എൻ്റെ അവകാശം ദൈവം കണക്കിലെടുക്കുന്നില്ല എന്ന് പരാതി പറയുന്നത് എന്തുകൊണ്ടാണ്? അല്ലേ? വായിച്ചേ. കർത്താവ് നിത്യനായ ദൈവവും
ഭൂമി മുഴുവൻ്റെയും സൃഷ്ടാവുമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? അവിടുന്ന് നിത്യമായ ദൈവവും ഭൂമി മുഴുവൻ്റെയും ആരുമാണ്? സൃഷ്ടാവുമാണ്. മനസ്സിലാവുന്നുണ്ടോ? കർത്താവാണ് ഇത് മുഴുവൻ സൃഷ്ടിച്ചത്. കർത്താവാണ് ഈ കാണുന്ന സൗകര്യങ്ങൾ മുഴുവൻ നമുക്ക് നൽകിയത്. നമ്മുടെ ജീവിതത്തെ കൂട്ടി യോജിപ്പിച്ചത് കർത്താവാണ്. ഈ കുടുംബത്തിലേക്ക് നിന്നെ ജനിപ്പിച്ചത് കർത്താവാണ്. ഈ ജീവിത പങ്കാളിയെ നൽകിയത് കർത്താവാണ്. ഈ കുഞ്ഞുങ്ങളെ നമുക്ക് വച്ച് നീട്ടിയത് കർത്താവാണ്. ഈ ശരീരം നൽകിയത് കർത്താവാണ്. അതിൻ്റെ ഒന്നും കണക്ക് കർത്താവ് എന്ത് ചെയ്തിട്ടില്ല? സൂക്ഷിച്ചിട്ടില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുണ്ടോ? അതിൻ്റെ ഒന്നും കണക്ക് എന്ത് ചെയ്തിട്ടില്ല? കർത്താവ് സൂക്ഷിച്ചിട്ടില്ല. അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവത്തിൽ പിന്നീട് കർത്താവ് ശിഷ്യന്മാരോടാണ് ചോദിക്കുന്നത്, എത്ര കുട്ടയാണ് അന്ന് അധികം വന്നത്? ശിഷ്യന്മാരോടാണ് ചോദിക്കുന്നത്. കർത്താവ് ഒന്നിൻ്റെയും കണക്ക് എന്ത് ചെയ്തിട്ടില്ല? സൂക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഒരു ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ ഉയരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒന്നും കണക്ക് സൂക്ഷിക്കാനായിട്ട് പാടില്ല. കർത്താവിന് കൊടുത്തതിൻ്റെ കണക്കുകൾ നമ്മൾ സൂക്ഷിക്കാനായിട്ട് പാടില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നിരന്തരം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. ഒന്നും ആയിട്ടില്ലെന്നാണ് വചനം പറയുന്നത്. അപ്പൊ നമ്മൾ അത് ചെയ്തു ഇത് ചെയ്തു അങ്ങനെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ആ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ നിന്ന് പോകാതിരിക്കണം. വായിച്ചേ, അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല, അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ്. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി വായിച്ചേ, കർത്താവിൻ്റെ മനസ്സ് എന്താണ്? അഗ്രാഹ്യമാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ട് കർത്താവ് നമ്മളെ വിടുന്ന വഴിക്ക് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് നമ്മൾ ഡാനിയേൽ പറയുന്നൊരു കാര്യം ഇതാണ്, ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പോലും ചെയ്യേണ്ട കാര്യമില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഭൗതിക അത് കിട്ടണം ഇത് കിട്ടണം അത് അവിടെ ഇവിടെ അങ്ങനെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പ്രാർത്ഥിക്കുക പോലും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ കർത്താവിനെ സ്നേഹിച്ച് ദൈവവചനം വായിച്ച് നമ്മുടെ ചുറ്റിലുള്ള ആളുകളെ സ്നേഹിച്ച് മുന്നോട്ട് പോയാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ നമ്മൾ ഈ കൂടുതൽ പിന്നെ എന്താണ് അത് വേണം ഇത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുക പോലും വേണ്ട. അതാണ് വചനം പറയുന്നത്, ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം എന്ത് ചെയ്യും? കൂട്ടിച്ചേർക്കപ്പെടും. അല്ലേ? ബാക്കിയുള്ളതെല്ലാം നമുക്ക് എന്ത് ചെയ്യും? കൂട്ടിച്ചേർക്കപ്പെടും. പറഞ്ഞ വചനം പറഞ്ഞേ, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. എന്താ രാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? രാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അതിർത്തിയാണോ രാജ്യം? അല്ല. ഒരു 2 ഏക്കർ പറമ്പ് അതാണോ രാജ്യം? അല്ല. അതല്ല. രാജ്യം എന്ന് ബൈബിളിൽ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതം, അതാണ് ദൈവരാജ്യം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുന്ന പ്രാർത്ഥനയ്ക്കകത്ത് അതുണ്ട് അല്ലേ? അങ്ങയുടെ രാജ്യം വരണമേ. അടുത്ത വചനം എന്താണ്? അങ്ങയുടെ ഇഷ്ടം. മനസ്സിലാവുന്നത്? അപ്പൊ രാജ്യം എന്ന് പറഞ്ഞാൽ അതെന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ പേരാണ് ദൈവരാജ്യം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെ? ഇപ്പൊ നമ്മൾ ഇന്ത്യ രാജ്യത്ത് താമസിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ നിയമങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. വേണ്ടേ? അനുസരിക്കണം. നമ്മൾ അമേരിക്കയിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അമേരിക്കയിൽ വേറൊരു നിയമമാണ്, ആ നിയമം നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. മനസ്സിലാവുന്നുണ്ടോ? അവിടെ എന്താണോ അവർക്ക് ഇഷ്ടം അത് നമ്മൾ പാലിക്കണം. അല്ലേ? ആ രാജ്യത്ത് ചിലപ്പോൾ വണ്ടി ആ വശത്തൂടെ ആയിരിക്കും ഓടിക്കുന്നത്, ഇവിടെ വണ്ടി ഈ വശത്തൂടെ ആയിരിക്കും ഓടിക്കുന്നത്. നമ്മൾ ഏത് രാജ്യത്താണോ നിൽക്കുന്നത് ആ രാജ്യത്തിന്റെ ഇഷ്ടം നമ്മൾ എന്ത് ചെയ്യണം? ചെയ്തേ പറ്റത്തുള്ളൂ. അതാണ് നിയമം. അപ്പൊ ഈ രാജ്യം എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, ഡീറ്റെയിൽ ആയിട്ട് പറയുകയല്ല, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ദൈവത്തിന്റെ ഇഷ്ടം എന്നാണ്. പറഞ്ഞത് എന്താണ്? ദൈവത്തിന്റെ ഇഷ്ടം. അല്ലെ? അങ്ങയുടെ രാജ്യം വരണമേ എന്ന് രാവിലെ പ്രാർത്ഥിച്ചിട്ട് ദൈവം തന്നൊരു സഹനത്തെ പഴിച്ചുകൊണ്ടിരുന്നാലോ? മനസ്സിലാവുണ്ട്? 24 മണിക്കൂർ ഈ പ്രാർത്ഥന എല്ലിക്കൊണ്ടിരിക്കുകയാണ്, കർത്താവേ അങ്ങയുടെ രാജ്യം വരണമേ. അർത്ഥം അറിയാതെയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോൾ ഉടനെ വയലന്റ് ആവുകയാണ്. ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോൾ ഉടനെ സഹിക്കാൻ പറ്റാതാവുകയാണ്. ചെല്ലുന്ന പ്രാർത്ഥനയ്ക്ക് ഓപ്പോസിറ്റ് ആണത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? കർത്താവിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് നിവൃത്തിയാകണം. ഇപ്പൊ ഡാനിയേൽ അച്ഛൻ കാനഡയിലാണ്. അപ്പൊ അച്ഛൻ ഈ കഴിഞ്ഞ യാത്ര പോയ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടായി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഭയങ്കര ബുദ്ധിമുട്ട്. ഇന്ന് വരെ അല്ലെ എത്രയോ വർഷമായിട്ട് യാത്ര ചെയ്യുന്നു, ഒരിക്കലും ഉണ്ടാകാത്ത ബുദ്ധിമുട്ട് ഈ കഴിഞ്ഞത് പൂർണ്ണമായിട്ടത് പരിഹരിക്കപ്പെട്ടിട്ടില്ല, പരിഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ ധ്യാനം തുടങ്ങി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അല്ലേ? അപ്പൊ നമ്മൾ ചിന്തിക്കാം അല്ലേ, നമ്മൾ ഈ ഇത്രയും രാജ്യത്ത് വന്ന് സമയമില്ലാത്ത സമയത്ത് ചെന്ന് മണിക്കൂറുകൾ 10-28 മണിക്കൂർ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് അവിടെ ചെന്ന് വേറൊരു കാലാവസ്ഥയിൽ ചെന്ന് അവിടെ യാത്ര ചെയ്ത് ചെന്നപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരികയാണ്.
നോർമലി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് വിചാരിക്കാം നമ്മൾ കർത്താവിന് വേണ്ടി ഇറങ്ങിയിട്ട്, അല്ലേ, നമ്മൾ സർക്കസ് ചെയ്യാനല്ലല്ലോ പോയത്, ദൈവരാജ്യം പ്രസംഗിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അപ്പോൾ പറയാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഇപ്പം ഞാൻ രാവിലെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അച്ഛനെ വിളിച്ച് ചോദിച്ചു, അച്ഛാ എങ്ങനെ ഉണ്ട്? അപ്പം പറഞ്ഞു മാറിയിട്ടില്ല, ശരിയായി വരുന്നതേ ഉള്ളൂ, പ്രത്യേകം പ്രാർത്ഥിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതെന്താണ്? ആ ഒരു സഹനം തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ വേണമെങ്കിൽ വളരെ സുഖകരമായിട്ട് കൊണ്ടുപോകൂടെ, അല്ലേ? നമ്മൾ കർത്താവിന് വേണ്ടി പോവല്ലേ, നമ്മൾ ചിന്തിക്കാം. പക്ഷേ നമ്മുടെ ആ ശുശ്രൂഷയുടെ വിശുദ്ധീകരണത്തിന് എന്ത് ചെയ്യണം? ആ ഒരു സഹനം നമുക്ക് ആവശ്യമുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ സഹനമൊന്നും ഇല്ലെങ്കിൽ ധ്യാനം 80%, ഈ സഹനങ്ങളും കൂടി തരികയാണെങ്കിൽ ധ്യാനം 100%. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ? ആ 20 കയറാൻ വേണ്ടിയിട്ടാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? ഒരാളെ ഉള്ള പെടാപ്പാടുകളിലൂടെ കൊണ്ടുപോകുന്നത്. മനസ്സിലാവുന്ന ഒരു വിശുദ്ധീകരണമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സഹനങ്ങൾ ഏറ്റെടുക്കാതെ ഒരു കൃപയില്ല. നമ്മൾ വിചാരിക്കരുത് നമ്മൾ ചൊല്ലിത്തീർക്കുന്ന പ്രാർത്ഥനയിലാണ് ദൈവം നമ്മളെ വിശുദ്ധീകരിക്കുന്നതെന്നല്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഈ കാര്യങ്ങൾ ഏറ്റെടുക്കണം. ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അതിനെ സന്തോഷത്തോടെ നമ്മൾ ഏറ്റെടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഏറ്റെടുക്കുന്നതിനകത്താണ് ഒരു ദൈവ സാന്നിധ്യം വരുന്നത്. ദൈവ സാന്നിധ്യം ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാവില്ല. നമ്മൾ കുറേ നേരം ഇരുന്ന് കർത്താവിന് മുമ്പിൽ ഇരുന്നു, പക്ഷെ ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഇരുന്നത് വെറുതെയാണ്. ദൈവ സാന്നിധ്യം വരണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താ? നമ്മൾ കർത്താവ് പറഞ്ഞ വഴികളിലൂടെ മുന്നോട്ട് പോകണം. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അതൊരു നല്ല വഴി ആവണമെന്ന് നിർബന്ധമില്ല. സ്വർഗരാജ്യത്തിലേക്കുള്ള വാതിൽ എന്താണ്? ഇടുങ്ങിയതും വഴി വിസ്തൃതി കുറഞ്ഞതുമാണ്. നാശത്തിലേക്കുള്ള വാതിലാകട്ടെ വളരെ NH പോലാണ്, ഹൈവേ പോലാണ്, വളരെ വിശാലമാണ്. അപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അന്നേരം ഓർത്തോണം ദൈവം ഇടപെടുന്നുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു സഹനം വരുമ്പോൾ അന്നേരം ഓർത്തോണം എന്താണ്? ദൈവം ഇടപെടുന്നുണ്ട്. ഒരു മഹാരോഗം വരുമ്പോൾ അന്നേരം ഓർത്തോണം ദൈവം ഇടപെടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്? കർത്താവിന് ഒരു സ്നേഹം വരുന്നതാണ്. കർത്താവിൻ്റെ കുരിശിനോട് നമ്മൾ ചേർന്ന് നിൽക്കണം എന്ന ആഗ്രഹത്തിലാണ് ദൈവം ഒരു സഹനം തരുന്നത്. സഹനമില്ലാത്ത ജീവിതങ്ങളെ ദൈവം ശ്രദ്ധിക്കുന്ന ജീവിതങ്ങളാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ ഒരു തിയറിയാണ്, ഞാൻ അങ്ങനെയാണ് ജീവിതത്തെ മനസ്സിലാക്കുന്നത്. സഹനമില്ലാത്ത ജീവിതത്തെ ദൈവത്തിന് പോലും വേണ്ട എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. നമുക്കൊരു ബുദ്ധിമുട്ടില്ല, ദൈവത്തിന് നമ്മളെപ്പറ്റി ഒരു വിചാരമില്ലെന്നാണ് എൻ്റെ അർത്ഥം. ഒരു ഡോക്ടറിന് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണോ? ഒരു ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഒരു രോഗം വേണ്ടയോ? വേണം. ഒരു ഡോക്ടറിന് നിന്റെ ജീവിതത്തിൽ ഇടപെടണമെങ്കിൽ എന്ത് വേണം? ഒരു രോഗം വേണം എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പൊ സഹനങ്ങൾ വരുമ്പോൾ അന്നേരം ഓർത്തോണം ദൈവം നമ്മളെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലാവുണ്ട്? ഒരു വേദന വരുമ്പോൾ അന്നേരം ഓർത്തോണം ദൈവം നമ്മളെ ശ്രദ്ധിക്കാനായിട്ട്. നമ്മുടെ കാര്യത്തിൽ ദൈവത്തിനൊരു പ്രത്യേക താല്പര്യമുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെ, കർത്താവിന് വേണ്ടി ഓടിയ ആളുകളെ എല്ലാം ദൈവം ഒടുവിലെത്തിച്ചത് രക്തസാക്ഷികളാവാനായിട്ടാണ്. എന്തോരം ഓടിയ ആളാണ് പത്രോസ്, എന്തോരം ഓടിയ ആളാണ് പൗലോസ്. മനസ്സിലാവുന്നുണ്ടോ? എന്തോരം ഓടിയ ആളുകളാണ്. പക്ഷേ ഒടുവിൽ തലവെട്ടിയും കുരിശിൽ തിരിഞ്ഞു കിടന്നൊക്കെയാണ് ഓരോരുത്തരും കൊല്ലപ്പെടുന്നത്. പറഞ്ഞാൽ ദൈവം ശ്രദ്ധിച്ച ജീവിതമാണത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിന് വേണ്ടിയുള്ള സഹനങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം. അതിനുവേണ്ടി നമ്മൾ പിന്നെ വേറെ എങ്ങും പോകണ്ട. നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ട് ഈ സഹനങ്ങൾ. മനസ്സിലാവുന്നുണ്ട്? നമ്മുടെ വീടുകളിൽ തന്നെ ഈ സഹനങ്ങൾ സന്തോഷത്തോടെ, പ്രാപിക്കൊണ്ടല്ല, സന്തോഷത്തോടെ പരാതിയില്ലാതെ അത് ഏറ്റെടുത്താൽ തലമുറകൾക്ക് അത് അനുഗ്രഹമായി മാറും. ഇത് നമ്മൾ പറയുന്നതിലൂടെ മുന്നോട്ട് പോകണമെന്ന് ചിന്തിച്ചാൽ ദൈവം അവിടെ പ്രവർത്തിക്കില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവം മിണ്ടാതിരിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പോൾ ഓർത്തോണം, നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ ദൈവം സൈലൻ്റാണ്. നമ്മൾ മിണ്ടാതെ ദൈവം മുമ്പിൽ ഇരിക്കുമ്പോൾ കർത്താവ് സംസാരിക്കും. അതാണ് എൻ്റെ തിയറി. അപ്പോൾ നമ്മൾ ഈ ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ സഹനങ്ങളെ, കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? ഏറ്റെടുക്കണം. പരാതിയില്ലാതെ ഏറ്റെടുക്കണം. 29-ാമത്തെ വചനം വായിച്ചേ. യെശയ്യാ 40:29 വായിച്ചോ. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു. ഓർക്കെ വായിച്ചോ. തളർന്നവന് അവിടുന്ന് എന്ത് നൽകുന്നു? ബലം നൽകുന്നു. അപ്പൊ ബലം നൽകണമെങ്കിൽ നീ എന്ത് ചെയ്യണം? പറയൂ. ബലം നൽകണമെങ്കിൽ എന്ത് ചെയ്യണം? പറയൂ. ഞാൻ വലിയ മസിൽമാനാണെന്ന് വിചാരിച്ചാൽ എന്നെ ആരും താങ്ങാനായിട്ട് ഉണ്ടാവത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യന് എന്നോട് സ്നേഹമുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഞാൻ വീഴണം. ഞാനിങ്ങനെ 2 കാലം നടക്കുമ്പോൾ എനിക്ക് ആളുകൾക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്ന് എനിക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഞാൻ വീഴണം. അപ്പൊ ആരൊക്കെയാണ് എന്നെ താങ്ങുന്നത്? അവരാണ് എന്നോട് സ്നേഹമുള്ളവർ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ വചനം പറയുകയാണ്, തളർന്നവന് ദൈവം എന്ത് തരുന്നു? ബലം കൊടുക്കുന്നു. വായിച്ചേ. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും
ചെയ്യുന്നു. അല്ലെ, ഇനി നിങ്ങൾ ലൂക്കാ സുവിശേഷത്തിലേക്ക് വന്നേ. ലൂക്കാ സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മ ഇതേ കാര്യങ്ങൾ പറഞ്ഞ് പാടി പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലെ, ഒന്നാമത്തെ അധ്യായത്തിൻ്റെ 51 മുതലുള്ള വചനം വായിച്ചേ. ലൂക്ക 1:51 വായിക്കാമോ? അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. അടുത്തത്, ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ അവിടുന്ന് ചിതറിച്ചു. അടുത്ത വചനം വായിച്ചേ. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. എങ്ങോട്ട് ഉയർത്തി? എളിയവരെ എങ്ങോട്ടാ ഉയർത്തിയേ? ഇപ്പൊ ഒരു കസേര അവിടെ വേക്കൻ്റായിട്ട് കിടപ്പുണ്ട്. ഏതാണ് ആ കസേര? ശക്തന്മാരിരുന്ന കസേരയുണ്ട്, അത് പൊഴിഞ്ഞു കിടക്കാണ്. ശക്തന്മാരെ എന്ത് ചെയ്തു? സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. വളരെ ദുർബലനായി കിടക്കുന്നവനെ എങ്ങോട്ടെടുത്തു വെച്ചു? ആ സിംഹാസനത്തിലേക്ക് ഉയർത്തി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഒരു സിംഹാസനമുണ്ട്, ആ സിംഹാസനത്തിലേക്ക് അല്ലെ അഹങ്കരിച്ചിരുന്നവരെ കർത്താവ് എടുത്ത് മാറ്റി. മനസ്സിലാവുന്നുണ്ടോ? അതായത് എനിക്കെല്ലാം പറ്റും, എന്നെ ആരും സഹായിക്കേണ്ട കാര്യമില്ല, എനിക്ക് ആരുടെ ഉപദേശം വേണ്ട, ഞാൻ പറയുന്നതാണ്. ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഒരു ഇരുന്ന സിംഹാസനങ്ങൾ നഷ്ടപ്പെടും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അത് വെളിപാട് പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പൊ ഇവിടെ വചനം പറയുകയാണ്, ശക്തന്മാരെ ദൈവം എന്ത് ചെയ്തു? സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എപ്പോഴാണ് മറിച്ചിടുന്നത്? പറഞ്ഞിട്ട് ഇറങ്ങാതെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? തള്ളിയിടുന്നത്. അല്ലേ? മറിച്ചിടുന്നത് എപ്പോഴാ? പറഞ്ഞിട്ട് ഇറങ്ങാതെ, ഇറങ്ങിയിരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കാത്തവരെ എന്ത് ചെയ്തു? കർത്താവ് കാലുമടക്കി തൊഴിച്ചു വീഴ്ത്തി. മനസ്സിലാവുന്നുണ്ടോ? അല്ലേ? അടിച്ചു വീഴ്ത്തി എന്ന് പറയുന്നുണ്ട്. യൂദാസ് മക്കബിയൂസ് എന്ന് പറയും. ആ മക്കബിയൂസിന്റെ പുസ്തകത്തിൽ നമ്മൾ എപ്പിഫാനസ് എന്നൊക്കെ പറയുന്ന ആളുകളെ കർത്താവ് എന്തെന്ന് ഹേലിയോദർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കാണുന്നുണ്ട്. മക്കാബാരുടെ പുസ്തകത്തിന്റെ 2 മക്കാബാരിൽ ഹേലിയോദർ അവനെ അടിച്ചു വീഴ്ത്തി എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന് മഹത്വം കൊടുക്കാത്തത് കൊണ്ട് കർത്താവ് അവനെ അടിച്ചു വീഴ്ത്തി. അങ്ങനെയാണ് ചില ജീവിതങ്ങൾ വീണു പോകുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. വായിച്ചേ. ഹൃദയ വിചാരത്തിൽ, വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. എവിടെയാണ് അവർ അഹങ്കരിച്ചത്? പ്രവൃത്തിയിലാണോ? പറ, പ്രവൃത്തിയിലാണോ? നാട്ടുകാരുടെ മുമ്പിൽ വളരെ വേറോനിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? നാട്ടുകാരുടെ മുമ്പിൽ ഭയങ്കര ഭക്തയാണ്, നാട്ടുകാരുടെ മുമ്പിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എവിടെയാണ് അഹങ്കരിച്ചത്? ഹൃദയത്തിൽ. മനസ്സിലാവുന്ന? ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവർ ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് വീഴ്ത്തും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അത് ഞാനാണെങ്കിലും നീയാണെങ്കിലും മാർപ്പാപ്പയാണെങ്കിലും വീഴ്ത്തും. അതുകൊണ്ട് പുറമേ കാണുന്നില്ല, ഹൃദയത്തിൽ എളിമയുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കണം. നമ്മൾ മനുഷ്യരെ കാണുന്നുണ്ടോ? നമ്മുടെ കൂടെയുള്ളവരെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ടോ? മനസ്സിലാവുണ്ടോ? കർത്താവ് നമ്മളെ ഉയർത്തും. അല്ലെങ്കിൽ നാളെ നിന്നെ കർത്താവ് ചവിട്ടി വീഴ്ത്തും. അല്ലാതെ തന്നെ വീണിട്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അപ്പൊ ദൈവം ചവിട്ടിയും കൂടെ വീഴ്ത്തിയാലോ പിന്നെ എഴുന്നേക്കില്ല. അതാണ് ഇത് സംഭവിക്കും. അല്ലെ? ഹൃദയ വിചാരത്തിൽ. അല്ലെ? എവിടെയാണ് അഹങ്കരിച്ചത്? പ്രവൃത്തിയിലാണോ? അല്ലെന്ന് ശ്രദ്ധിക്കേണ്ട വചനമാണത്. ഹൃദയത്തിൽ. സംസാരമൊക്കെ വളരെ നല്ലതാണ്, ഭയങ്കര തേനൊലിക്കുന്ന സംസാരമാണ്, എല്ലാവരോടും സംസാരമൊക്കെ ഭയങ്കരമാണ്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സാധനം കിടപ്പുണ്ട്. ഹൃദയ വിചാരത്തിൽ അല്ലെ അഹങ്കരിക്കുന്നവരെ കർത്താവ് എന്ത് ചെയ്തു? ചിതറിച്ചു. അടുത്ത വചനം എന്താണ്? ആ കസാര ഒഴിഞ്ഞു കിടക്കുകയാണല്ലോ. അവിടെ ആരെ കയറ്റി ഇരുത്തി? താഴെ നിന്നൊരു പാവപ്പെട്ടവനെ എടുത്ത് മേളിലോട്ട് വെച്ചു. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് വെളിപാട് പുസ്തകത്തിൽ ഒരു വചനമുണ്ട്, നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നീ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. എപ്പോൾ വേണമെങ്കിലും ഈ കിരീടം നമുക്ക് എന്ത് ചെയ്യാം? നഷ്ടപ്പെടാം. വായിച്ചേ. വെളിപാട് പുസ്തകം 3-ാമത്തെ അധ്യായം 11-ാമത്തെ തിരുവചനം. റെവലേഷൻസ് 3:11. എല്ലാവർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണത്. വായിച്ചോ. വെളിപാട് പുസ്തകം 3-ാം അധ്യായം. എല്ലാവരും എടുത്തേ. വെളിപാട് ഏറ്റവും അവസാനത്തെ പുസ്തകമാണേ. 3-ാമത്തെ അധ്യായം 11-ാമത്തെ തിരുവചനം. റെവലേഷൻസ് 3:11. വായിച്ചോ. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് സൂക്ഷിക്കുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഉറക്കെ വായിച്ചേ. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് എന്ത് ചെയ്യണം? കാത്തു സൂക്ഷിച്ചോണം. ഇപ്പൊ ഒരു കിരീടം കർത്താവ് നൽകിയിട്ടുണ്ട്. ഇതെപ്പോ ഇത് ആജീവനാന്തം കൂടെ നിൽക്കുമെന്ന് വിചാരിക്കരുത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇന്നലെ വരെ നല്ല ജീവിതമായിരുന്നു, ഇന്ന് മോശമാണ്. ഇന്നലെ വരെ ജീവിച്ച ഒരു ജീവിതം കൊണ്ട് ഇന്ന് നിന്റെ തലയിൽ ഒരു കിരീടം ഇരിക്കില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവണ്ടോ നിങ്ങൾക്ക്? ഇന്നലെ വരെ ഒരു നല്ല ജീവിതമായിരുന്നു,
അതുകൊണ്ട് ഇന്ന് കിരീടം ഉണ്ടാകുമെന്ന് എന്ത് ചെയ്യരുത്? വിശ്വസിക്കരുത്. ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ സ്നേഹം എന്താണ്? പുതിയതാണ്. ഓരോ പ്രഭാതത്തിലും പുതിയ പരീക്ഷയാണ്. ഇന്ന് നീ പാസ്സായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇന്നലെ ഞാൻ ഭയങ്കര സംഭവമായിരുന്നു, ഒരു കാര്യമില്ല. 2000-ലൊക്കെ എനിക്ക് എന്തോ ഒരു അഭിഷേകമായിരുന്നു. അതുകൊണ്ട് ഇന്ന് നീ എവിടെ നിൽക്കുന്നു മനസ്സിലാവുണ്ട്. ഇന്ന് നീ എവിടെ? ആദം, നീ എവിടെ? അല്ല കർത്താവ്, ഇന്നലെ വരെ ഞാൻ ഏതാൻ തോട്ടത്തിലുണ്ടായിരുന്നു. അതൊന്നും അല്ല ചോദ്യം. ഇന്ന് ഇപ്പം എവിടെ? ഇപ്പം നിന്റെ അവസ്ഥ എന്താ? ഇപ്പം നിന്റെ അവസ്ഥ എന്താണ്? അതാണ് ചോദ്യം. ഇന്നലെ വരെ നമ്മൾ അങ്ങനെ ആയിരുന്നു, നമ്മൾ ഇങ്ങനെ ആയിരുന്നു, നമ്മൾ ഭയങ്കര സൂപ്പറായിരുന്നു. ഒരു കാര്യമില്ല. ഇന്നലത്തെ അഗ്നി ഇന്നെന്താണ്? ചാരമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഇന്നലെ അടുപ്പിൽ കത്തി ഒരു തീ, ഇന്ന് രാവിലെ നോക്കുമ്പോൾ അതെന്താണ്? വെറും ചാരമാണ്. അത്രേ ഉള്ളൂ. ഇന്നലെ വരെ എന്തായിരുന്നു എന്നുള്ളൊരു ചോദ്യമില്ല. ഇന്ന് നീ എന്താണ്? ഞാൻ പറയണോ, അയ്യോ ഞാൻ 2018-ലൊക്കെ എന്നാ സൂപ്പറായിരുന്നു അറിയാം, ഭയങ്കരമായിരുന്നു. 2018-ലാണെങ്കിൽ അതിനുള്ള കൃപ നിനക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ 2026 ജൂലൈ മാസം ഈ ദിവസം നീ എങ്ങനെയാണ്? ഇപ്പം നീ എവിടെ നിൽക്കുന്നു? ഇതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതാണ് വചനം പറയുന്നത്, ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം വായിച്ചോ, ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക. അടുത്ത വചനം വായിച്ചേ. വിജയം വരിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ ഒരു സ്തംഭമാക്കും. മനസ്സിലാവണം. ദേവാലയത്തിൻ്റെ പില്ലറാക്കി മാറ്റും. പില്ലറിന് മാറ്റം ഉണ്ടോ? ഇല്ലേ? നമ്മളിപ്പോൾ ഈ ഭിത്തി പൊളിച്ചാലും കുഴപ്പമില്ല, പക്ഷെ പില്ലർ പൊളിക്കാൻ പറ്റുമോ? പറ, പില്ലർ പൊളിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ പുറകിൽ ഭിത്തി ഉണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? 1 കിലോ ഡാനിലച്ചൻ വന്നിട്ട് പറഞ്ഞു അതെല്ലാം പൊളിച്ചു കളയാൻ പറഞ്ഞു. അന്ന് തന്നെ എല്ലാം പൊളിച്ചു കളഞ്ഞു. മനസ്സിലാവണം. പില്ലർ പൊളിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പില്ലർ പൊളിക്കില്ല, ഭിത്തി പൊളിക്കാം. അതാണ് പില്ലറിന്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ വചനം പറയുകയാണ്, നിന്നെ ഭിത്തിയാക്കുമെന്നല്ല പറഞ്ഞത്, നിന്നെ ഞാൻ എന്താക്കി മാറ്റും? ഒരു പില്ലറാക്കി മാറ്റും. പറഞ്ഞാൽ നീ ഇല്ലാതെ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തിക്കും, അല്ലെങ്കിൽ നിന്നെ ദൂരെ കളയും. അപ്പൊ വിജയം വരിക്കുന്നവനെ, എന്താണ് വിജയം? ഹൃദയത്തിൽ അഹങ്കരിക്കാത്തവനെ, മനസ്സിലാവണം. മനുഷ്യരോട് ബഹുമാനം കാണിക്കുന്നവനെ, ദൈവത്തോട് സ്നേഹം കാണിക്കുന്നവനെ കർത്താവ് എന്ത് ചെയ്യും? ഒരു സ്തംഭമാക്കി ഉയർത്തും. ഈ ഭിത്തി എന്ന് വേണമെങ്കിലും എടുത്തു കളയാം. മനസ്സിലാവണം. ഈ കെട്ടിടം നാളെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഭിത്തി എടുത്താൽ കളഞ്ഞാൽ പില്ലർ അവിടെ നിൽക്കും, കെട്ടിടം വീഴില്ല. മനസ്സിലാവണ്ട, കെട്ടിടം വീഴില്ല. അപ്പൊ ഭിത്തി വിചാരിക്കരുത് ഭിത്തിയാണ് വലുതെന്ന്. ഭിത്തി വിചാരിക്കരുത്, ഭിത്തി അല്ല. ഭിത്തി എപ്പോൾ വേണമെങ്കിലും എടുക്കാം. മനസ്സിലാവണ്ട. ഒരു അഹങ്കാരം കാണിച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഇത് മാറ്റപ്പെടാം. അപ്പൊ ഇവിടെ വചനം പറയുകയാണ്, നിന്നെ ഞാൻ എന്ത് ചെയ്യും? ഈ ആലയത്തിലെ എന്താക്കി മാറ്റും? ഒരു സ്തംഭമാക്കി മാറ്റും, ഒരു പില്ലറാക്കി കർത്താവ് നിന്നെ മാറ്റും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അടുത്ത വചനം വായിച്ചോ. ഉണ്ടോ? അവൻ പിന്നെ ഒരിക്കലും പുറത്തു പോവുകയില്ല. അതാണ് നമ്മൾ കർത്താവിനോട് ഈ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണത്. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവർ. ഒരു പ്രവൃത്തിയിൽ നമുക്ക് കുഴപ്പമില്ല, പ്രവൃത്തിയെല്ലാം ഓക്കെയാണ്. മനസ്സിലുണ്ട്. ഒത്തിരി പേരെ സഹായിക്കുന്നു, അവർക്ക് പൈസ കൊടുക്കുന്നു, ഇവർക്ക് പൈസ കൊടുക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ ഭയങ്കരമാണ്. പള്ളിയിലൊക്കെ നമ്മൾ ഭയങ്കര ഓക്കെയാണ്. മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ഒത്തിരി ബന്ധങ്ങളുണ്ട്, ഒത്തിരി അച്ഛന്മാരോട് ബന്ധമുണ്ട്, മാർപ്പാപ്പ വരെ ഫോൺ വിളിച്ചാൽ എടുക്കും, അത്രയും ബന്ധമാണ്. കാര്യമില്ല. ഹൃദയത്തിൽ അഹങ്കാരം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതുണ്ടെങ്കിൽ പിന്നെ ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പിന്നെ കാര്യമില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. അല്ലേ? ഹൃദയത്തിൽ അഹങ്കാരം, അതെങ്ങനെ മനസ്സിലാക്കാം? നമ്മളെ വളരെ പിശാച് ഒളിപ്പിച്ചിട്ടിരിക്കുന്നൊരു മേഖലയാണ്. കാരണം അത് നമ്മൾ കണ്ടുപിടിച്ചാൽ നമ്മൾ നന്നായി പോകുമോ എന്ന് പിശാചിൻ്റെ ഒരു ചിന്തയുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് പലപ്പോഴും മനസ്സിലാവില്ല. എപ്പോഴാണെന്നറിയാമോ ഇത് മനസ്സിലാവുന്നത്? എപ്പോഴാണെന്നറിയാമോ? അതായത് നമ്മുടെ ഉള്ള് മുറിയണം, എന്നാലേ നമ്മളിലുള്ള നമ്മൾ പുറത്തേക്ക് വരൂ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് നമ്മുടെ ഉള്ളം ഒന്ന് മുറിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അതായത് ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഞാനൊരു കാര്യം ചിന്തിക്കുമ്പോൾ ഒരാൾ വേറൊരു കാര്യം പറയുകയാണ്. ഇപ്പം ഞാനിവിടെ ധ്യാനകേന്ദ്രത്തിൽ ഞാനൊരു കാര്യം പറയുന്നു, ഉടനെ അവിടെ ഇരിക്കുന്ന അച്ഛൻ വേറൊരു കാര്യം പറഞ്ഞിട്ട് പറയുകയാണ്, അത് അച്ഛൻ പറഞ്ഞതിനേക്കാളും നല്ല കാര്യം ഇന്നതാണ് എന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ഒരസ്വസ്ഥത വന്നാൽ ഞാൻ ഹൃദയത്തിൽ അഹങ്കാരമുള്ളവനാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമുക്ക് വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിലാവുള്ളൂ. ഇത് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് പിശാച്. നമ്മൾ വിചാരിക്കും നമ്മൾ വലിയ ധ്യാനഗുരുവാണെന്നാണ്, വെള്ളയൊക്കെ ഇട്ട് നമ്മൾ ഭയങ്കര സൂപ്പറാണെന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതെപ്പോഴാണ് മനസ്സിലാകുന്നതെന്നറിയാമോ? നമ്മുടെ ഉള്ളം മുറിയണം. സെമിനാരിയിൽ അച്ഛന്മാർ ഈ പഠിക്കുന്ന സെമിനാരിക്കാരെ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം പള്ളിയല്ല. പള്ളിയിലൊക്കെ എല്ലാവരും വളരെ കൈയൊക്കെ കൂപ്പി ഇങ്ങനെ നിൽക്കുന്ന കണ്ടാൽ ഇപ്പം മികായൽ മാലാഖയെ പോലെ പറന്ന് മേലോട്ട് പോകും തോന്നും.
പക്ഷെ ഇവൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയുന്ന എപ്പോഴാണെന്നറിയാമോ? 2 സ്ഥലങ്ങളിലാണ് സെമിനാരിക്കാരെ പരിശോധിക്കുന്നത്. ഒന്ന്, അവൻ കളിക്കുമ്പോൾ ബാസ്ക്കറ്റൊക്കെ കളിക്കുമ്പോൾ, അല്ലെ, ഒരു പന്ത് കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം വരുമ്പോൾ, ആരെങ്കിലും കയറി തട്ടുമ്പോൾ ഉള്ളിൽ നിന്നൊരു സാധനം വരും. അതാണവൻ. പള്ളിയിൽ നിൽക്കുമ്പോഴല്ല, പുറത്തു നിൽക്കുമ്പോഴേ നമുക്ക് നമ്മളെ മനസ്സിലാവും. പള്ളിയിൽ നിൽക്കുമ്പോൾ എല്ലാവരും ഓക്കെ അല്ലേ? കരുണയുള്ള കർത്താവിന് മുമ്പാകെ തല ഉനിക്കണമെന്ന് പറയുമ്പോൾ തറയെ മുട്ടുമല്ലേ, അല്ലേ? എപ്പോഴാണ് മനസ്സിലാവുന്നത്? മാറി നിൽക്കണം. കളിക്കുമ്പോൾ, രണ്ടാമത് ഭക്ഷണം കഴിക്കുമ്പോഴും, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം പാത്രത്തിൽ ഇങ്ങനെ കറങ്ങി 8 പേരിരിക്കുന്ന ഒരു ടേബിൾ കറങ്ങി അറ്റത്ത് വരുമ്പോൾ, മുള്ളു മാത്രമായിട്ട് വരുമ്പോൾ നിന്റെ മുഖഭാവം എങ്ങനെയാണ്? അതാണ് നീ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? പള്ളിയിൽ നിൽക്കുമ്പോൾ ഓക്കെയാണ്, പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോഴെല്ലാം ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. കണ്ടാൽ വല്ല പരിശുദ്ധനാന്ന് തോന്നും. മനസ്സിലാവുണ്ടോ? ഒരു പുതിയ അന്തോണിയോസ് ഇറങ്ങി വന്നതാണോ ഈ സെമിനാരിക്കാരനിലൂടെ എന്ന് തോന്നും. മനസ്സിലാവുണ്ടോ? പുതിയൊരു അൽഫോൻസാമയാണോ ഈ സിസ്റ്റർ എന്ന് തോന്നും. എപ്പോഴാന്ന് പറയുമ്പോൾ ഉള്ളു മുറിയണം. ഇഷ്ടമില്ലാത്തൊരു കാര്യം പറഞ്ഞു നോക്ക്, അപ്പോൾ ഉള്ള പ്രതികരണം കാണുമ്പോൾ അറിയാം, അപ്പോൾ ഉള്ള മുഖഭാവം കാണുമ്പോൾ അറിയാം, നമ്മുടെ ഉള്ളിൽ നമ്മൾ വളർത്തുന്ന ഒരു പിശാച് പുറത്തേക്ക് വരും. പിന്നെ അടുക്കാൻ പറ്റത്തില്ല. അതിൽ നിന്നൊരാൾ ഇങ്ങനെ പുറത്തേക്ക് വരും. അതാണ് നീ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? ഉദാഹരണം, പത്രോസ്. കർത്താവ് പറഞ്ഞു, ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ആളുകൾ ചേർന്ന്, പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരൊക്കെ ചേർന്ന് എന്നെ ഒറ്റുകൊടുക്കുകയും, അല്ലേ, ഞാൻ കുരിശിൽ തറയ്ക്കപ്പെടുകയൊക്കെ, അല്ലെ, വലിയ പീഡ സഹിച്ച് ഞാൻ കുരിശിൽ തറയ്ക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അതുവരെ ഇങ്ങനെ സുഖപ്പെട്ട് നിന്ന പത്രോസ് പെട്ടെന്ന് പറയുകയാണ്, കർത്താവേ, നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ. എന്താ കാര്യം? എന്താണ്? ഈശോയ്ക്ക് സംഭവിക്കുന്നതിലല്ല പ്രശ്നം. ഞാൻ പലപ്പോഴും അത് ഓർത്തിട്ടുണ്ട്. എന്താ പ്രശ്നം? എന്താ പത്രോസിന്റെ പ്രശ്നം? എന്താ? നിങ്ങൾ കേട്ടിട്ടില്ലേ? വചനം കേട്ടിട്ടുണ്ടോ? കർത്താവ് 3 പ്രവചനം നടത്തുന്നുണ്ട് തൻ്റെ പീഡാനുഭവത്തെ പറ്റി. അപ്പം വർദ്ധിപ്പിക്കുന്ന സമയത്തൊന്നും പത്രോസിന് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പക്ഷേ പീഡാനുഭവത്തെ പറ്റി പറഞ്ഞപ്പോൾ പത്രോസ് പെട്ടെന്ന് അസ്വസ്ഥനായിട്ട് പത്രോസ് പറഞ്ഞു, കർത്താവേ, നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ. നമ്മൾ വിചാരിക്കും സ്നേഹം കൊണ്ട് പറഞ്ഞതാണെന്നല്ല. സ്നേഹം കൊണ്ട് പറഞ്ഞതല്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് യഹൂദന്മാരുടെ സിസ്റ്റം അനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ഗുരു നടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ അതിനെ കവർ ചെയ്താണ് പോകുന്നത്. പറഞ്ഞാൽ ഗുരു നടുക്കും, അല്ലെ? അതുകൊണ്ടാണ് രക്തസ്രാവക്കാരി സ്ത്രീയൊക്കെ തൊടുമ്പോൾ കർത്താവ് ചോദിക്കുന്നത്, ആ ചുറ്റും നോക്കിയിട്ട് ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ആരാണ് എന്നെ തൊട്ടതെന്ന് പറഞ്ഞാൽ അത് ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ്, ശിഷ്യന്മാർ നിൽക്കുകയാണ്. അപ്പൊ ഗുരു ഇങ്ങനെ പോകുന്നു, ശിഷ്യന്മാർ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കവർ ചെയ്ത് പോകുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ പോകുന്നു. പ്രധാനമന്ത്രിയൊക്കെ പോകുമ്പോൾ ബ്ലാക്ക് ക്യാറ്റ്സ് ചുറ്റിൽ നടക്കത്തില്ലേ? അപ്പൊ എന്തെങ്കിലും ഒരു അടി കിട്ടുന്നെങ്കിൽ ആദ്യം കിട്ടുന്ന ആർക്കാണ്? ഈ കൂടെ നടക്കുന്ന കമാൻഡോകൾക്കാണ്. മനസ്സിലാവണം? അവരെ വീഴ്ത്താതെ പ്രധാനമന്ത്രി ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. പ്രധാനമന്ത്രിയൊക്കെ പ്രസംഗം കണ്ടിട്ടില്ലേ? 2-3 പേര് കറുത്ത കോട്ടും സൂട്ടൊക്കെ ഇട്ട് കണ്ണാടിയൊക്കെ വെച്ച് നിൽക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പൊ അവരെ ബൗൺസേഴ്സ് ആണ് വിളിക്കുന്നത്. ബൗൺസേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെ വീഴ്ത്താതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഈ പ്രധാനപ്പെട്ട ആളെ വീഴ്ത്താനായിട്ട് പറ്റത്തില്ല. അപ്പൊ പത്രോസിന് പെട്ടെന്ന് മനസ്സിലായി, കർത്താവിന്റെ ബൗൺസേഴ്സ് ആണ് ഈ അപ്പസ്തോലന്മാർ. മനസ്സിലാവുന്നുണ്ടോ? കർത്താവിന്റെ ബൗൺസേഴ്സ് ആണ്. കാരണം ആളുകൾ കുറ്റം പറയുമ്പോഴും ഈ ശിഷ്യന്മാരെ അല്ലേ ആദ്യം കുറ്റം പറയുന്നത്. കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ശിഷ്യന്മാര് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് എന്തുകൊണ്ടാണ്? മനസ്സിലാവുന്നു? അങ്ങനെയാണ് ഇത് ലൈൻ കയറി വരുന്നത്. മനസ്സിലാണോ? നിങ്ങളുടെ കർത്താവിന്റെ ശിഷ്യന്മാർ ഈ കതിര് പറിച്ച് കഴിച്ചപ്പോൾ ഉടനെ ആളുകൾ ചോദിക്കുന്നുണ്ട്, നിന്റെ ശിഷ്യന്മാർക്ക് ഉപവാസവും പ്രാർത്ഥനയൊന്നും ഇല്ലേ? അപ്പൊ ഈ വഴിയാണ് കയറി വരുന്നത്. അപ്പൊ ഈ പത്രോസിന് പെട്ടെന്ന് ഉള്ളിലൊരു കാര്യം തോന്നി. അതായത് കർത്താവിനെ പീഡസഹനത്തിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ ആദ്യത്തെ അടി ആർക്കായിട്ടായിരിക്കും കിട്ടുന്നത്? ഈ അപ്പസ്തോലന്മാർക്കിട്ടായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ്, അല്ലാതെ കർത്താവ് മരിക്കുന്നതിൽ കൊണ്ടുള്ള പ്രത്യേകിച്ച് സ്നേഹം കൊണ്ടല്ല. പത്രോസിന് ആദ്യത്തെ, ഈ ശിഷ്യന്മാർക്ക് ആദ്യത്തെ അടി കിട്ടും. ഈശോയ്ക്ക് അടി കിട്ടുവാണെങ്കിൽ ശിഷ്യന്മാർ ചിന്തിച്ചിട്ടുണ്ട്, ആദ്യത്തെ അടി ഞങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് പത്രോസ് പറയണം, കാരണം അവൻ്റെ ഉള്ളം പെട്ടെന്ന് അങ്ങോട്ട് മുറിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? വലിയ സ്നേഹത്തോടെ കൂടെ നടന്നതാണ്. പക്ഷെ കാര്യത്തോടെ അടുത്തപ്പോൾ ഒരു വല്ലാത്ത ഒരു ഭീതി ഉള്ളിൽ വന്നിട്ട് കർത്താവിനോട് പത്രോസ് പറയാണ്, കർത്താവെ, അത് ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. ഏതൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ? പറ. അതൊരിക്കലും ഏതൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ? ഞങ്ങൾക്ക് കിട്ടുന്ന കാര്യം ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ അതിനെ അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. തെറ്റാണെന്ന് എനിക്കറിയാൻ പാടില്ല. എൻ്റെ വ്യാഖ്യാനം അങ്ങനെയാണ്. ഞങ്ങൾക്കൊരിക്കലും അടി കിട്ടാതെ ഇരിക്കട്ടെ. ഉടനെ അല്ലേ കർത്താവ് എന്തു പറഞ്ഞു? നിന്റെ ചിന്ത എന്തല്ല? മനസ്സിലാവണം? നിന്റെ ചിന്ത അടി കിട്ടരുത് എന്നുള്ള ചിന്ത എന്തല്ല? പറയൂ. ശ്രദ്ധിക്കണം ഇത്. നിന്റെ ഏത് ചിന്ത?
കുരിശി തറയ്ക്കപ്പെടുന്നോ കർത്താവ് മരിക്കുന്നോ ഒന്നുമല്ല പത്രോസിന്റെ വിഷയം. നിനക്കടി കിട്ടരുത്, സുവിശേഷത്തിന് വേണ്ടി ഓടുമ്പോ നിനക്ക് എപ്പോഴും നല്ലത് കിട്ടണം എന്ന ചിന്ത നീ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. പിശാചേ, നീ എൻ്റെ പിന്നിലേക്ക് പോകൂ. അപ്പൊ ഇവൻ ഇപ്പൊ നിന്നത് എവിടാ? പിശാചേ, നീ എൻ്റെ അല്ലേ, പത്രോസിനോട് പറയുകയാണ്, നീ എൻ്റെ പിന്നിലേക്ക് പോകൂ. അപ്പൊ ഇപ്പൊ എവിടെ നിൽക്കുന്നേ? മുന്നിൽ നിന്നവനോടല്ലേ പറയത്തുള്ളൂ പിന്നിലേക്ക് പോകാൻ. പുറകെ നിൽക്കുന്നവനോട് പറയൂ നീ പുറകിലേക്ക് പോയി നിൽക്കാൻ? പറയൂല്ല. മുന്നിൽ നിൽക്കുന്നവനോടല്ലേ പറയത്തുള്ളൂ പുറകിലേക്ക് പോയി നിൽക്കാൻ. അപ്പൊ കർത്താവ് പത്രോസിനെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പൊ പത്രോസിന് ഭയങ്കര ഗ്ലോറിയാണ്. കാരണം ഈ രക്തസ്രാവക്കാരി സൗഖ്യപ്പെട്ടപ്പോഴും അത്ഭുതങ്ങൾ നടക്കുമ്പോഴും എല്ലാം കർത്താവ് ഒന്നും മിണ്ടത്തൊന്നുമില്ലല്ലോ. പത്രോസ് എന്നിട്ട് പറയാം, അങ്ങനെ ഉണ്ട്, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. ഇങ്ങനെ ഒരു ലേബൽ എടുത്ത് നടന്നിരുന്നവന് പെട്ടെന്ന് അടികിട്ടുമെന്ന് കണ്ടപ്പോ അവൻ പറയുകയാണ്, കർത്താവേ, ഒരിക്കലും നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ. അപ്പൊ കർത്താവ് പറഞ്ഞു, ഈ ചിന്ത ദൈവികമല്ല. അടികിട്ടരുത് എന്ന ചിന്ത എന്തല്ല? പറയൂ, എന്ത് അടികിട്ടരുത് എന്ന ചിന്ത? അത് ഉള്ളം മുറിയരുത്, ഞാൻ പറഞ്ഞ വഴി കൂടെ തന്നെ ഞാൻ പോകണം എന്ന ചിന്ത എന്തല്ല? ദൈവികമല്ല, അത് പൈശാചികമാണ്. നീ എൻ്റെ പിന്നിലേക്ക് പോയി നിൽക്കും. ഇങ്ങനെയുള്ള ഒരുത്തനെ എനിക്ക് എൻ്റെ മുമ്പിൽ നിൽക്കാനായിട്ട് എനിക്ക് ആവശ്യമില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയുള്ള ഒരുത്തനെ കർത്താവിന് ആവശ്യമില്ല. ഈ പീഡാസഹനത്തിൽ കർത്താവ് ഒരാളെ മുന്നിൽ നിർത്തി. അതാരാണെന്നറിയാമോ? അതാരാണെന്നറിയാമോ? അതായത് കർത്താവ് കുരിശിൽ മരിച്ചു കിടക്കുന്ന സമയത്ത് ഇവൻ മരിച്ചോ എന്നറിയാൻ വേണ്ടി പടയാളികളിൽ ഒരുവൻ എന്ത് ചെയ്തു? അവൻ്റെ വിലാപ്പുറത്ത് എന്ത് ചെയ്തു? കുന്തം കൊണ്ട് കുത്തി. കുരിശിൽ കിടക്കുന്ന ഒരാളിൻ്റെ നെഞ്ചിലേക്ക് കുത്തണമെങ്കിൽ അവൻ എവിടെ നിൽക്കണം? ചിന്തിക്ക്, എവിടെ നിൽക്കണം? മുമ്പിൽ നിൽക്കണം. നേരത്തെ ഒരു സ്പേസ് അവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഒരുത്തനെ പുറകിലേക്ക് വിട്ടതിൻ്റെ ഒരു കസേര കിടപ്പുണ്ട്. വെളിപാടിൽ നമ്മളൊരു വചനം വായിച്ചായിരുന്നു. എന്താണ്? നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ സംഭവിക്കുന്നതാണോ? ഒരുത്തൻ പുറകിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കസേര ഫ്രണ്ടിൽ കിടപ്പുണ്ട്. കർത്താവ് ആരെ നിർത്തി? ഇതുവരെയും വിശ്വാസം കേട്ടിട്ടില്ലാത്ത, തന്നെ കണ്ടിട്ടില്ലാത്ത ഒരാളെ എന്ത് ചെയ്തു? മുമ്പിലേക്ക് നിർത്തിയിട്ട് എന്ത് ചെയ്തു? കർത്താവ് തന്നെ മുമ്പിലേക്ക് നിർത്തി, കുരിശിന്റെ മുമ്പിലേക്ക് നിർത്തിയിട്ട്, അല്ലേ? അതൊരു പൊസിഷനാണല്ലോ. അവനെ കൊണ്ട് കുത്തിപ്പിച്ചു. ഉടനെ അവിടെ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുകയാണ്. അതല്ലേ രക്ഷാകര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡാണത്. ഈ എന്താ വന്നത്? കർത്താവിൻ്റെ ചങ്കിൽ നിന്ന് രക്തവും വെള്ളവും വന്നു. 2 കൂദാശകൾ വരാൻ കാരണമായി. ഏതാണ് ആ കൂദാശ? വെള്ളം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? മാമോദീസായെയും രക്തം സൂചിപ്പിക്കുന്നത് പരിശുദ്ധ കുർബാനയുമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആര് വഴിയേ ഇത് വന്നേ? ഒരുത്തം വേണ്ടി ഒന്ന് കുത്താൻ, അല്ലേ? നമ്മളതൊരു ക്രൂര പ്രവൃത്തിയാണെന്നൊക്കെ തോന്നാം. എങ്കിലും കർത്താവ് അതിനെ ഒരുത്തനെ ഉപയോഗിച്ചു. കാരണം എന്താണ്? ഇത് ആരിലൂടെ വരേണ്ടത്? നേരത്തെ കൊണ്ടു നടന്ന ഒരുത്തനിലൂടെയാണ് ഇത് വരേണ്ടത്. പക്ഷേ ഇത് വന്നത് ഇപ്പോൾ ഒരു ശതാധിപം വഴിയാണ്. അവനെ കൊണ്ട് കുത്തിപ്പിച്ചു. എന്നിട്ട് അവൻ പറയുന്ന അടുത്ത സെന്റൻസ് എന്താണ്? ഇവൻ സത്യമായും ദൈവപുത്രനാണ്. നേരത്തെ ഒരുത്തനോട് ചോദിച്ചിരുന്നു, ഇത് ആ ദൈവത്തിൻ്റെ ആ ഈശോയുടെ കൂടെ ഉള്ളവനല്ലേ നീ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല, ഞാൻ അവനെ അറിയ പോലും ഇല്ല. കണ്ടോ, വേറൊരുത്തനെ കയറ്റി നിർത്തി. നീ മാറിയാൽ നിനക്ക് പകരം ഒരുത്തനെ കർത്താവ് ഓൺ ദ സ്പോട്ടിൽ അപ്പോയിന്റ് ചെയ്യും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഒരുത്തനു വേണ്ടിയും കർത്താവ് വെയിറ്റ് ചെയ്യില്ല. നമ്മൾ ഓർത്തോണം. ഞാനിവിടെ ഇത് പറയേണ്ടത് ധ്യാനകേന്ദ്രത്തിൻ്റെ ആവശ്യമല്ല, മറിച്ച് ഇതാരുടെ ആവശ്യമാണ്? എൻ്റെ ആവശ്യമാണ്, കർത്താവിൻ്റെ ആവശ്യമൊന്നുമല്ല. ഞാനിത് ഇപ്പോൾ ഞാൻ നിങ്ങളോട് വചനം പറയുന്നു, ഇത് ആരുടെ ആവശ്യമാണ്? നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ആവശ്യമാണ്. അല്ലല്ല, നിങ്ങളുടെ ആവശ്യമൊന്നുമല്ല. ഇത് ആരുടെ ആവശ്യമാണ്? എൻ്റെ ആവശ്യമാണ്. കർത്താവിൻ്റെ ആവശ്യമാണോ? നെവർ. കർത്താവിൻ്റെ ആവശ്യമല്ല. നീ അല്ലെങ്കിൽ നിന്നേക്കാൾ കൊള്ളാവുന്ന ഒരുത്തനെ കർത്താവ് അവിടെ കൊണ്ട് നിർത്തും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ വിചാരിക്കരുത് റീപ്ലേസ് ചെയ്യരുതെന്ന്. കർത്താവിനോട് നീ ചേർന്ന് നില്ലെങ്കിൽ നിന്നേക്കാൾ മിടുക്കനായ ഒരുത്തനെ നീ ഒന്ന് മാറാത്തത് കൊണ്ടാണ് ഒരാളെ അപ്പോയിന്റ് ചെയ്യാത്തത്. നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നീ എന്ത് ചെയ്യണം? നീ സൂക്ഷിച്ചോണം. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഈ ഹൃദയ വിചാരത്തിൽ ഒരു എനിക്ക് അടി കൊള്ളുമല്ലോ, ഞാൻ പറയുന്നത് പോലെ നടക്കത്തില്ലല്ലോ എന്നൊരു ചിന്ത പത്രോസിന്റെ മുമ്പിൽ വന്നപ്പോൾ പെട്ടെന്ന് അവനെ പിടിച്ചു മാറ്റിയിട്ട് ആ കസേര ഒഴിഞ്ഞു കിടക്കാണ്. ആ കസേരയിലേക്ക് കർത്താവ് എന്ത് ചെയ്തു? വേറൊരുത്തനെ കൊണ്ടു നിർത്തി. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ ഹോളി വീക്കിലൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ഈ പടയാളി എന്ത് ചെയ്തു? കുന്തം കൊണ്ടല്ലേ കുത്തിയത്? അവന്റെ കയ്യിലുള്ളത് കുന്തമാണ്, അല്ലേ? പടയാളിയുടെ കയ്യിൽ പിന്നെന്തോ ഉള്ളേ?
കുന്തമല്ലേ ഉള്ളത്, അവൻ അതുകൊണ്ട് കുത്തി. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ രക്തം പിടിക്കേണ്ടത് ആരായിരുന്നു? ഞാൻ പലപ്പോഴും ഇങ്ങനെ എൻ്റെ ഭാവനയെ കണ്ടിട്ടുണ്ട്, ശരിയാണെന്ന് അറിയാൻ പാടില്ല. ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, കർത്താവ് ഇങ്ങനെ കുരിശിൽ കിടക്കുന്ന സമയത്ത് യോഹന്നാൻ അടുത്തുണ്ടായിരുന്നപ്പോൾ യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അവനൊരു ഗിഫ്റ്റ് കൊടുത്ത് അവനെ മാറ്റി. അതിനു മുൻപേ ഒരു ഗിഫ്റ്റ് ആരിലൂടെ കിട്ടുമായിരുന്നു? പത്രോസിലൂടെ കിട്ടുമായിരുന്നു. പത്രോസ് നല്ല ഒരു സ്വർണ്ണ പാത്രം പിടിച്ച് ഇങ്ങനെ ആദ്യത്തെ മെത്രാനാണല്ലോ, ആദ്യത്തെ പുരോഹിതൻ, ആദ്യത്തെ മാർപ്പാപ്പ, ഇങ്ങനെ ആ കുരിശിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ സ്വർണ്ണ പാത്രത്തിലേക്ക്, കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന കാസ പോലത്തെ ഒരു പാത്രത്തിലേക്ക് തൻ്റെ ഹൃദയത്തിൽ നിന്ന്, കുന്തം കൊണ്ടല്ലല്ലോ കർത്താവിനെ കുത്തേണ്ടത്, ആ പറഞ്ഞാൽ അത് പൊട്ടി ഒഴുകില്ലേ? ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞാൽ ഒഴുകും. അത് ഈശോ പഠിപ്പിച്ചിട്ടുണ്ട് മോശയോട്. ആദ്യത്തെ തവണ പാറയിൽ അടിക്കാൻ പറഞ്ഞു, പാറ പൊട്ടി, വെള്ളം ഒഴുകി. രണ്ടാമത്തെ തവണ കർത്താവ് മോശയോട് പറഞ്ഞു, പാറയിൽ അടിക്കണ്ട, പാറയോട് കൽപ്പിച്ചാ മതി, പാറ എന്ത് ചെയ്യും? പൊട്ടും. പറഞ്ഞാ മതി. കുത്താൻ ഒരാൾ വേണ്ട കാര്യമില്ല. എനിക്കിത് മനസ്സിലാവണമെന്ന് എനിക്കറിയാൻ പാടില്ല. പത്രോസ് ആയിരുന്നു അവിടെ നിന്നൊരു കാസ പിടിച്ച് ഈ നെഞ്ചിലെ അവസാനത്തെ വെള്ളവും കയ്യിലെടുത്ത് വാങ്ങിക്കേണ്ടത് ആരായിരുന്നു? പത്രോസ് ആയിരുന്നു. പത്രോസ് മാറിയത് കൊണ്ട് വിജാതീയനായ ഒരു ശതാധിപനെ കർത്താവ് എന്ത് ചെയ്തു? ആ കസേരയിലേക്ക് കൊണ്ടുവന്നിട്ട് അവനിലൂടെ ഈ കൂദാശയുടെ ഈ വെള്ളം, ഈ രക്തം പുറത്തേക്ക് ഒഴുകി. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് ഒഴുകും. ഇത് എന്ത് ചെയ്യും? ഇത് ഒഴുകും. അത് എന്നിലൂടെ ആകണമേ എന്നുള്ളത് ആരുടെ ആവശ്യമാണ്? എൻ്റെ ആവശ്യമാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? അത് എന്നിലൂടെ ആകണമേ എന്നുള്ളത് ആരുടെ ആവശ്യമാണ്? എൻ്റെ ആവശ്യമാണ്. ആരുടെ ആവശ്യമല്ലത്. എന്നിലൂടെ. ഞാനൊരു പള്ളിയിൽ വചനം പറയാൻ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്നിലൂടെ വേണം, അല്ലേ? അത് എൻ്റെ ആവശ്യമാണ്. എന്നിലൂടെ അവർ വചനം കേൾക്കണമെന്നുള്ളത് ആരുടെ ആവശ്യമാണ്? എൻ്റെ ആവശ്യമാണ്, അവരുടെ ആവശ്യമല്ല. കർത്താവ് ഞാൻ പോയില്ലെങ്കിൽ എന്നെക്കാളും മിടുക്കനായ ഒരാളെ അവിടെ കൊണ്ട് നിർത്തും. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഉള്ളിൽ സംഭവിക്കാവുന്ന വലിയൊരു തിന്മയാണ് എന്താണ്? ഈ ഹൃദയത്തിലുള്ള അഹങ്കാരം എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഉള്ളം എപ്പോഴെങ്കിലും മുറിഞ്ഞാലേ നമുക്കറിയുള്ളൂ നമ്മളിലൂടെ വേറൊരാൾ പുറത്തേക്ക്. അപ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ രൂപം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ അഹങ്കാരത്തെ കുറച്ച് ഒറ്റയടിക്ക് ഇത് മാറ്റാൻ പറ്റില്ല. വളരെ പതിയെ കുറച്ച് കൊണ്ടുവരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. എഴുന്നേറ്റെ ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. കർത്താവെ, എന്നെ അങ്ങയുടെ ഒരു ഉപകരണമാക്കി മാറ്റണമേ. അസീസിയിലെ ഫ്രാൻസിസ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന എന്താണ്? കർത്താവെ, എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ കേട്ടിട്ടില്ലേ? എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കി മാറ്റണമേ. ആ പ്രാർത്ഥനയാണ്, അല്ലെ? മനോഹരമായൊരു പ്രാർത്ഥനയാണ്. എന്താണത്? കർത്താവെ, എന്നെ അങ്ങയുടെ ഒരു സമാധാനത്തിൻ്റെ ഉപകരണമാക്കി മാറ്റണമേ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ. ശക്തിയോടെ സ്തുതിക്കട്ടെ. നമ്മൾ കണ്ടത് ഹൃദയത്തിൻ്റെ അഹങ്കാരത്തെ പറ്റിയാണ്, അല്ലെ? തളർന്നവന് ദൈവം എന്ത് കൊടുക്കുന്നു? ബലം കൊടുക്കുന്നു. ദുർബലനെ കർത്താവ് എടുത്തുയർത്തുന്നു, അല്ലെ? കഴുകനെ പോലെ, നമ്മൾ പാടിയത് അങ്ങനെയാണ്, കഴുകനെ പോലെ അവൻ എന്ത് ചെയ്യും? ചിറകടിച്ച് ഉയരും. ദൈവത്തിൽ ആശ്രയിക്കും. ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈ അഹങ്കാരം വിട്ടുമാറണം, ഈ അസൂയ വിട്ടുമാറണം, ഈ വെറുപ്പ് വിട്ടുമാറണം. മനസ്സിലാവണം? ഞാനാണ് ഏറ്റവും വലിയ ആള് എന്നുള്ളൊരു ചിന്ത വിട്ടുമാറണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ആരോടും ഇത് കാണിക്കാൻ പാടില്ല, ആരോടും ഇത് അങ്ങനെ ചെയ്യരുത്. മനസ്സിലാവുന്നുണ്ടോ? ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അധികാരത്തിന്റെ ഹുങ്ക് നമ്മൾ ആരോടും കാണിക്കരുത്. മനസ്സിലാവണം? അധികാരം ആരിൽ നിന്ന് വരുന്നു എന്നാണ് പറയുന്നത്? അധികാരം ആരിൽ നിന്ന് വരുന്നു? ദൈവത്തിൽ നിന്ന് വരുന്നു, അല്ലേ? നമ്മളിപ്പോൾ ഒരു കസേര ഇരിക്കുകയാണ്, നമ്മുടെ കൂടെ ആളുകളുണ്ട്, ഉടനെ അവരോട് നമ്മൾ അധികാരം കാണിക്കരുത്. അത് ആത്മീയമല്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുണ്ടോ? അവരോട് നമ്മൾ പറയണ്ടെന്നല്ല, പക്ഷെ ഒരിക്കലും അധികാരത്തിൻ്റെ ഭാഷ നമ്മൾ ഉപയോഗിക്കാനായിട്ട്, അധികാരം ആരിൽ നിന്ന് വരുന്നതാണ്? ദൈവത്തിൽ നിന്ന് നൽകപ്പെട്ടില്ലെങ്കിൽ എന്തെങ്കിലും അധികാരമാണോ? അല്ല. അപ്പൊ അത് നമ്മൾ വീണു പോകുന്ന ഒരു മേഖലയാണ് അധികാരത്തിൻ്റെ അഹങ്കാരം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ വെളിപാട് പുസ്തകം, ഡാനിയേലച്ചൻ്റെ പ്രഭാഷണങ്ങൾ, വെളിപാട് പഠനം കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർക്കിത് പെട്ടെന്ന് മനസ്സിലാവും. അതായത് കടലിൽ നിന്ന് 2 മൃഗങ്ങൾ കയറി വരുന്നതായിട്ട് വെളിപാടിൽ നമ്മൾ കാണുന്നുണ്ട്. കടലിൽ നിന്ന് കയറി വരുന്ന 2 മൃഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒരു അധികാരം വരികയാണ്. 2 നേതാക്കന്മാർ, ഒന്നൊരു റിലീജിയസ്, 2 പൊളിറ്റിക്കൽ ലീഡറാണെന്നാണ് അച്ഛൻ വ്യാഖ്യാനിക്കുന്നത്. അപ്പം അതിനെപ്പറ്റിയല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു അധികാരം, മനസ്സിലാവുണ്ട്? ഇത് നമ്മളെ പൈശാചികതയിലേക്ക് എത്തിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, അല്ലേ? നമ്മുടെ കൂടെ ഉള്ളവരെ നമ്മൾ ബഹുമാനിക്കണം.
അവരെ നമ്മുടെ കൂടെ വെച്ചിരിക്കുന്നത് അവരിലൂടെ, നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം, അവരിലൂടെ ദൈവരാജ്യത്തിൽ നമ്മളെ എത്തിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. ഇതാണ് ആത്മീയത. അവരിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവരാജ്യത്തിൽ എത്തണം. ഇപ്പം ഞാൻ കോളേജിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ കൂടെ ഒരു 10-60 സ്റ്റാഫുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്താണ്? അവരിലൂടെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എവിടേക്ക് പോകണം? നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എവിടേക്ക് പോകുക എന്നുള്ളതാണ്. നിങ്ങൾ പറയൂ, എവിടേക്ക് പോകുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്ത് കാര്യങ്ങൾ തന്നാലും, ആരെങ്കിലും നമ്മുടെ കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർത്താലും, നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എവിടേക്ക് പോകുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഈ കുപ്പായിട്ടിരിക്കുന്നു, ഇതിലൂടെ ഞാൻ എന്ത് ചെയ്യണം? പറയൂ, ഇതിലൂടെ ഞാൻ ദൈവം. അപ്പോൾ അവിടെ സിസ്റ്റേഴ്സ് ഇരിക്കുന്നു, അവരവരുടെ റിലീജിയസ് കാസൊക്കെ ഇട്ടിരിക്കുന്നു. എന്നതിൻ്റെ അർത്ഥം എന്താണ്? അതിലൂടെ അവരെങ്ങോട്ട് പോകണം? ദൈവരാജ്യത്തിൽ. നിങ്ങൾ കുടുംബജീവിതത്തിലൂടെ പോകുന്നവരാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കുടുംബജീവിതം, എല്ലാവരുടെ ലക്ഷ്യം എവിടെയാണ്? ഒറ്റ സ്ഥലമാണ്. അതെവിടെയാണ്? ദൈവരാജ്യമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം എൻ്റെ കൂടെ കർത്താവ് 60 പേരെ നിർത്തിയിരിക്കുകയാണ്. അധ്യാപകരും അവിടെയുള്ള സ്റ്റാഫും എല്ലാം കൂടെ ചേർന്ന് 10-25 പേരുണ്ട്. ഇവരെ കർത്താവ് എൻ്റെ കൂടെ നിർത്തിയിരിക്കുന്നത് ഞാൻ അവരെ അധികാരത്തിൽ തല്ലിയൊടിക്കാനല്ല, മറിച്ച് എൻ്റെ കാര്യമാണ് എനിക്ക് ഏറ്റവും പ്രധാനം. സ്വാർത്ഥതയല്ലത്, ചിന്തിക്കരുത്, സ്വാർത്ഥതയല്ല. അവരിലൂടെ ഞാൻ എന്ത് ചെയ്യണം? ദൈവരാജ്യത്തിലേക്ക് എത്തണം. മനസ്സിലാവും? ഇവർ വന്ന് എന്നോട് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പറയും. അപ്പം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പം ഞാൻ ഒരു നിമിഷം കർത്താവിനെ ഓർത്തു, അതെനിക്ക് സ്വർഗത്തിൽ ചെല്ലാനുള്ളൊരു കാരണമായി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് രാവിലെ ഞാൻ അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി കുർബാന അർപ്പിച്ചു. ഒരു ചില പ്രത്യേക വിഷയങ്ങളുള്ളതുകൊണ്ട് എല്ലാ സ്റ്റാഫിനെ എല്ലാവരും ഒരുമിച്ച് കൂടി ഞാനൊരു ബലി അർപ്പിച്ചു. ആ കുർബാന ചൊല്ലിക്കഴിയുമ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ അവർക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തു. ആ ചേച്ചിക്ക് ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ കുർബാനയില്ലേ, ആ അമ്മച്ചിക്ക് ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ കുർബാനയില്ലേ. അങ്ങനല്ല. ഈ കുർബാന ചെല്ലിയത് ഇവരുടെയും കാര്യങ്ങൾക്ക് വേണ്ടി, ഇവരുടെയും കാര്യങ്ങൾ നടക്കും. പക്ഷെ ഈ കുർബാന കർത്താവ് എന്നെ കൊണ്ട് ചെല്ലിപ്പിച്ചത് എന്നെ എവിടെ എത്തിക്കാനാണ്? പറയൂ, എന്നെ എവിടെ എത്തിക്കാനാണ്? സ്വർഗ്ഗരാജ്യത്തിൽ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? ഈ നമ്മൾ തിരിച്ച ചിന്തിച്ചിരിക്കുന്നത്, നമ്മളിലൂടെയാണ് കുറെ ആളുകൾ കഞ്ഞി കുടിക്കുന്നതെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനല്ല. അവരെ നമ്മുടെ കൂടെ കർത്താവ് നിർത്തിപ്പോ ശതാധിപനെ മുമ്പിലേക്ക് കൊണ്ടു നിർത്തിയത് പ്രധാനപ്പെട്ട 2 കൂദാശകൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? കർത്താവിനെ നിർത്തി അങ്ങനെയാണ്. നമ്മൾ നേരെ തിരിച്ചാ ചിന്തിച്ചിരിക്കുന്നത്. അത് ദൈവീകമല്ല. ഇപ്പം നമ്മുടെ കൂടെ, ഇപ്പം ഞാൻ ചിന്തിക്കണം, എൻ്റെ കൂടെ ഈ ആളുകളെ കർത്താവ് നിർത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ആത്മീയ ബന്ധത്തിൽ ജീവിച്ച് എല്ലാവരും ഒരുമിച്ച് എവിടെ എത്തുക? സ്വർഗരാജ്യത്തിലെത്തുക. അത്രയേ ഉള്ളൂ എൻ്റെ ലക്ഷ്യം. അതാണ് ഇപ്പൊ കർത്താവ് ഈ സ്ഥാപനം നൽകിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ കുറെ ആളുകൾക്ക് പേരെടുക്കാൻ വേണ്ടിയിട്ടാണോ? ലോകത്തിലെ ഏറ്റവും വലിയ പ്രഭാഷകൻ ഡാനിയേൽ അച്ഛൻ, അതിനു വേണ്ടിയിട്ടാണോ ഈ ധ്യാന കേന്ദ്രം? നത്തിങ്, നെവർ. അതിന് വേണ്ടിയിട്ടല്ല. ഡാനിയേൽ അച്ഛൻ ഇല്ലെങ്കിൽ വേറൊരു അച്ഛനെ കർത്താവ് കൊണ്ട് നിർത്തും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ ഡാനിയേൽ അച്ഛനെ വെച്ചിരിക്കുന്നത് ഡാനിയേൽ അച്ഛൻ ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല. ഫസ്റ്റ് പ്രയോറിറ്റി ഡാനിയേൽ അച്ഛൻ സ്വർഗത്തിലെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നു? ഡാനിയേൽ അച്ഛന് കുറെ വ്യൂവേഴ്സിനെ കിട്ടുക എന്നുള്ളതല്ല ഇതിന്റെ ലക്ഷ്യമൊന്നും. ഡാനിയേൽ അച്ഛൻ സ്വർഗത്തിലെത്തുക എന്നുള്ളതാണ്. ഡാനിയേൽ അച്ഛനെ ഈ ധ്യാനകേന്ദ്രം ഏൽപ്പിച്ചതിലൂടെ കർത്താവ് ശ്രദ്ധിക്കുന്ന എന്താണ്? അച്ഛനെ എവിടെ എത്തിക്കുക? സ്വർഗരാജ്യം. അത് കഴിഞ്ഞേ ഉള്ളൂ. ബാക്കി നമ്മൾ എത്തിയിട്ടില്ല, ബാക്കിയുള്ളവരെല്ലാം എത്തി. വല്ല പ്രയോജനമുണ്ടോ? ഇത് സ്വാർത്ഥതയല്ല കേട്ടോ. നിങ്ങളതിന് മാനുഷികമായ കണ്ണിൽ കാണരുത്. ഇതാണ് ലക്ഷ്യം. ഇപ്പൊ നമ്മളിപ്പോ ഒരു മുതലാളിയായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ് നമ്മുടെ എല്ലാവരും എന്താണ്? നമ്മുടെ കീഴിലുള്ള. അങ്ങനല്ല അവൻ്റെ മോനെ, അങ്ങനെയല്ല. എനിക്ക് എന്തോരം അനുഭവങ്ങൾ കോളേജിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നറിയാം. എനിക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ അവിടെയുള്ള ചില സ്റ്റാഫ്, ചിലപ്പോൾ ക്ലീനിങ് സ്റ്റാഫ് ആയിരിക്കും, അവർ വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഈ കാര്യം ഇന്നതല്ലേ. കഴിഞ്ഞ ദിവസം എന്നോട് അവിടെ ക്ലീൻ ചെയ്യുന്ന ഒരു പെൺകുട്ടി വന്നിട്ട് എന്നോട് പറയണം, അച്ഛാ നമ്മുടെ ആ കെട്ടിടം ശക്തമായിട്ട് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ ഇന്ന് രാവിലെ വെഞ്ചരിച്ചു കോളേജ്. ആരാ എന്നോട് പറഞ്ഞതെന്നറിയാമോ? അവിടുത്തെ ഒരു ക്ലീൻ ചെയ്യുന്ന പെൺകുട്ടി. 1-2 പേര് എന്നിട്ട് നിന്ന് പറഞ്ഞു, അച്ഛാ അവിടെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട് അച്ഛാ. അപ്പം എനിക്കത് ആദ്യം കേട്ടപ്പോൾ ഒരു തമാശ പോലെ തോന്നി. പെട്ടെന്ന് ഞാൻ തിരിച്ചു ചിന്തിച്ചു. തലയ്ക്കൊരടി കൊടുത്തിട്ട് ഞാൻ തിരിച്ചു ചിന്തിച്ചു. എനിക്കിത് മനസ്സിലായിട്ടില്ല. ഇന്ന് രാവിലെ നടന്ന കാര്യം ഞാൻ പറഞ്ഞേ. ആൾത്താരെന്നല്ല ഞാൻ ഈ പറയുന്നത്. എന്നോടൊരു കൊച്ചു ഒന്ന് പറയാണ്, ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന കൊച്ചു പറയാണ്, അച്ഛാ ഞങ്ങൾക്ക് ഇപ്പോൾ അവിടെ അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഇവിടെ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, അച്ഛൻ വന്ന് ഒന്ന് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ രാത്രിയിലും പകലും എല്ലാം അതിലെ കൂടെ ഫോണൊക്കെ വിളിച്ച് അടക്കുന്ന ആളാണ്. എനിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്തിനാ കൊച്ചിനെ അവിടെ കൊണ്ടുവച്ചത്? കർത്താവ് 950 കുട്ടികൾ ആ കോളേജിലുണ്ട്. അവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി എന്നെ സ്വർഗരാജ്യത്തിലെത്തിക്കാൻ വേണ്ടി ഒരു കൊച്ചിനെ അവിടെ കൊണ്ടുവച്ചാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്?
അല്ല, ഞാൻ അവളുടെ മേളിൽ കുതിര കയറാൻ പോകരുത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ഇതാണ് എന്നോട് ഒന്ന് പറയുകയാണ്, എനിക്ക് പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് കുർബാനയ്ക്ക് ഇന്നിപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളൊരു ലജ്ജ തോന്നി. എനിക്കിത് മനസ്സിലായില്ലല്ലോ കർത്താവ്, എൻ്റെ കെട്ടിടം വെഞ്ചരിക്കാറായെന്ന് എനിക്ക് മനസ്സിലായില്ലെന്ന് ഞാൻ എൻ്റെ ഒരു പോരായ്മ പറയാണ്. നമ്മൾ ഭയങ്കര സ്റ്റാറാണെന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഭയങ്കര സൂപ്പറാണെന്നാണ് ഞാൻ എന്നെപ്പറ്റി വിചാരിച്ചു വെച്ചിരുന്നത്. ഇത് പറയാനൊരു കൊച്ചു വേണ്ടി വന്നു. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. ശരി പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ ഈ പത്രോസിന്റെ ജീവിതത്തിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങളാണ്, കേട്ടാ മതി. പത്രോസ് ജയിലിലായിരുന്നല്ലോ. പത്രോസിനെ രാത്രിയിൽ ഈ തടവറ പൊട്ടിച്ച് ദൂതൻ കൈപിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ സമയത്ത് പത്രോസിന് വേണ്ടി സഭ മുഴുവൻ ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടി എന്ത് ചെയ്യാണ്? പ്രാർത്ഥിക്കുകയാണ്. മനസ്സിലാവുണ്ട്? പെട്ടെന്ന് വാതിൽക്കൽ ഒരു മുട്ട് കേട്ടിട്ട് റേദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവൾ അവിടെ വീട്ടിൽ ക്ലീനിങ് ജോലി ചെയ്യുന്ന ആളാണ്, അവൾ ഇറങ്ങി വന്നു. എനിക്ക് ആ കൊച്ചിനോട് ഭയങ്കര സ്നേഹം തോന്നിയിട്ടുണ്ട്. ഈ കുട്ടി ഇറങ്ങി വന്നിട്ട്, മനസ്സിലാവുന്നുണ്ടോ, ഈ കുട്ടി ഇറങ്ങി വന്ന് ഇങ്ങനെ കഥ തുറന്നപ്പോൾ ആര് നിൽക്കുകയാണ്? പത്രോസ് നിൽക്കുകയാണ്. പത്രോസിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ് മേളി. എന്നിട്ട് ഈ പെൺകുട്ടി മേളിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ആരെ കണ്ടു? പത്രോസിനെ കണ്ടു. ഉടനെയുള്ള ആളുകൾ അവിടെ പറയുകയാണ്, അത് പത്രോസിന്റെ കാവൽ മാലാഖയായിരിക്കും എന്ന് പറഞ്ഞാൽ, ഒരു കാവൽ മാലാഖയുടെ വിഷൻ മധ്യസ്ഥ പ്രാർത്ഥനക്കാർക്ക് കൊടുത്തത് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയവരല്ല, ആ ക്ലീൻ ചെയ്ത പെൺകുട്ടിയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? ഫിലിപ്പോസ് എന്ന് പറയുന്ന ഷണ്ടനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഫിലിപ്പോസ്, മനസ്സിലാവുണ്ടോ? എത്യോപ്യൻ സഭ ഉണ്ടായത് ഈ ഫിലിപ്പോസ് വഴിയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ആരായിരുന്നു ഫിലിപ്പോസ് എന്നറിയാമോ? ഫിലിപ്പോസ് എന്ന് പറഞ്ഞാൽ മെത്രാനൊന്നുമല്ല, അടുക്കളയിൽ പാത്രം കാറ്ററിംഗ് സർവീസിൽ വന്ന 7 ചെറുപ്പക്കാരാണ്. അവരെയാണ് ഡീക്കന്മാരാക്കിയത്. അതിലത്തെ ആദ്യത്തെ ആളാണ് രക്തസാക്ഷിയായ സ്റ്റെഫാനോസ്. കാറ്ററിംഗുകാരായിരുന്നു 7 പേര്. കാറ്ററിംഗ് വന്നതാണ്. അപ്പസ്തോലന്മാർ ഭക്ഷണം വിളമ്പി കൊടുത്തപ്പോൾ ഭയങ്കര തർക്കങ്ങളുണ്ടായി. അവർക്കൊപ്പം പ്രാർത്ഥനയിലും സുവിശേഷത്തിലും ശ്രദ്ധിക്കാനുള്ള അവരുടെ ആ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? നല്ല ബുദ്ധിയുള്ള പ്രാർത്ഥിക്കുന്ന 7 ചെറുപ്പക്കാരെ ഭക്ഷണം വിളമ്പാനായിട്ട് നിയോഗിച്ചു. അതിൽ ഒരാളാണ് ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്ന ആര്? സ്റ്റെഫാനോസ്. രണ്ടാമത്തെ ആളാണ് ഇങ്ങനെ പറന്നുപോയി എത്യോപ്യക്കാരൻ ഷണ്ടന് ഒരു കുളത്തിൽ വെച്ച്, അല്ലേ, വായിച്ചത് എനിക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആള് ആരാണെന്നറിയാമോ? അടുക്കളയെ കഞ്ഞി വിളമ്പിക്കൊണ്ടിരുന്നവനാണ്. ഇരുന്ന മെത്രാനെ അല്ല വിടുന്നത്, അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ടിരുന്നവനെയാണ്. അപ്പൊ എന്തിനാണ് അടുക്കളയിൽ ഒരാളെ നിയോഗിച്ചത്? അവരിലൂടെ, നമ്മുടെ അടുത്തൊരാളെ കൊണ്ട് നിർത്തുമ്പോൾ ഓർത്തോണം, അവരിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ സ്വർഗരാജ്യത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. ഇന്ന് രാവിലത്തെ സംഭവത്തിൽ ഞാൻ ഈ കെട്ടിടം വെഞ്ചരിക്കാതിരുന്നെങ്കിൽ, എനിക്ക് വെഞ്ചരിച്ചപ്പോൾ മനസ്സിലായ വെഞ്ചരിക്കേണ്ട സമയം ആയിരുന്നെന്ന്. ഞാൻ ജൂണി വെഞ്ചരിച്ചാണ്, ക്ലാസ് തുടങ്ങിയപ്പോൾ വെഞ്ചരിച്ചാണ്. പക്ഷേ അത് വെഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം ഞാൻ പറയുന്നില്ല, എനിക്ക് മനസ്സിലായി അത് വെഞ്ചരിക്കേണ്ടതായിരുന്നല്ലോ എന്ന്. ഞാനത് വെഞ്ചരിക്കാതെ കിടന്നിരുന്നെങ്കിൽ ഇതിൻ്റെ പാപഭാരം ആരുടെ തലയിൽ വരും? ആരുടെ തലയിൽ വരും? അവിടെ താമസിക്കുന്ന ഒരു വൈദികന്റെ തലയിലേക്ക് ഇത് വരും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് കർത്താവ് വെറുതെ വിടുവോ? എന്നെ കർത്താവ് അവിടെ താമസിപ്പിച്ചിട്ട് എനിക്ക് ചെയ്യാവുന്ന പൗരോഹിത്യ ശുശ്രൂഷ ഞാൻ ചെയ്യാതിരുന്നാൽ അത് എൻ്റെ തലയിൽ കടമായിട്ട് കിടക്കും. കടം ഞാൻ ചെയ്യേണ്ട കാര്യമാണ്. അതെന്ത് ചെയ്യും? അത് ഒരു കടമായിട്ട് കിടക്കും. അപ്പൊ അതിന് എനിക്കൊരു വെളിവുണ്ടാക്കി തന്നത് ആരാണ്? അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവരെ ഞാൻ കൊണ്ടുവന്നത് എൻ്റെ ശമ്പളം വാങ്ങിച്ച് അവര് പോയി ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, അവര് തരുന്ന ആത്മീയ കാര്യങ്ങൾ കേട്ട് ഞാൻ സ്വർഗത്തിലെത്തുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് അവരെ നമ്മൾ വരട്ടാൻ പാടില്ല. കാര്യങ്ങൾ പറയരുതെന്നല്ല ഞാൻ പറഞ്ഞത്, അവരെ തിരുത്തണം, അവരെ നമ്മൾ കേൾക്കണം. പക്ഷേ കർത്താവ് നമ്മുടെ പരിസരങ്ങളിലേക്ക് ചില ആളുകളെ കൊണ്ടു നിർത്തുന്നത് നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല. മനസ്സിലാവുന്നുണ്ടോ? അല്ലെ? കുന്തം പിടിച്ചു നിൽക്കുന്ന ഒരു ശതാധിപനെയാണ് കൂദാശകൾ പുറത്തു വരാൻ കർത്താവ് ഉപയോഗിച്ചത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അത് ശ്രദ്ധിച്ചോണം. ഭയങ്കര ആത്മീയമായ ഒരു കാര്യമാണ്. അത് ശ്രദ്ധിച്ചോണം. കൂടെ നിൽക്കുന്ന ആളുകളെ കർത്താവ് കൂടെ നിർത്തുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ദൈവരാജ്യത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അവരിലൂടെ നമ്മൾ സ്വർഗരാജ്യത്തിൽ എത്തണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു കാര്യം കൂടെ നമ്മൾ കണ്ടിട്ട് ആരാധനയിൽ കിടക്കാണ്. ഒരു കാര്യം കൂടെ കേൾക്കണം. അതായത് ഈ കർത്താവ് നമ്മളെ നയിക്കുമ്പോൾ, കർത്താവ് നമ്മളെ കർത്താവാണോ നയിക്കുന്നതെന്നറിയാൻ ഒരു വഴിയുണ്ട്. അത് ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്. വായിച്ച യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം എടുക്കാമോ? യോഹന്നാൻ 21. പത്രോസിന്റെ ജീവിതമാണ്. നമ്മൾ കർത്താവിന്റെ വഴികളിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈശോയാണോ നമ്മളെ നയിക്കുന്നത് എന്നറിയാനുള്ള ഒരു വഴി. ഒരുപാട് ടെസ്റ്റ് ഉണ്ട്. ഒരു എളുപ്പമുള്ള ടെസ്റ്റ് ഇതാണ്. വായിച്ചേ 21 അധ്യായം 21
17 മുതലുള്ള വചനം ഒന്ന് വായിക്കണം. 21 അധ്യായം 17 മുതലുള്ള വചനങ്ങൾ ഒന്ന് വായിച്ചേ. അവൻ 3-ാം പ്രാവശ്യവും അവനോട് ചോദിച്ചു. ആര് ചോദിച്ചു? ആരാ ഇവിടുത്തെ ആളാരാണ്? ഈശോയാണ് അല്ലേ? ഈശോ ആരോട് ചോദിക്കുകയാണ്? പത്രോസിനോട് ചോദിക്കുകയാണ്, ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉറക്കെ വായിച്ചോ. തന്നോട് 3-ാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചത് കൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു. അല്ലേ? അപ്പൊ കർത്താവിനോട് പത്രോസ് പറയാണ്, ഈശോയെ, നിനക്ക് എല്ലാം എന്താണ്? നിനക്കെല്ലാം അറിയാമല്ലോ. ഇനി താഴോട്ട് വായിച്ചേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അപ്പൊ ഈശോ നമ്മളെ അറിയുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു എന്താണ്, അതെങ്ങനെ മനസ്സിലാക്കാം? അത് ഈശോ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ഇനി അടുത്ത വചനം വായിക്കണം, അതാണ് പ്രധാനപ്പെട്ടത്. വായിച്ചേ, 18-ാമത്തെ വചനം വായിക്കാമോ? നിങ്ങൾ വായിക്കുന്നില്ല, ഉറക്കെ വായിക്കൂ. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്യുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം എന്താ? പത്രോസിനോട് കർത്താവ് പറയുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവെന്നും അല്ലേ, എല്ലാം എനിക്കറിയാം. പത്രോസും പറഞ്ഞു, കർത്താവേ, നിനക്ക് എന്നെ അറിയാമല്ലോ. അപ്പൊ കർത്താവ് പറഞ്ഞു, എനിക്ക് നിന്നെ അറിയാം, അതുകൊണ്ട് എൻ്റെ കുഞ്ഞാട്. ഇപ്പൊ നീ ആരാന്നറിയാം. നേരത്തെ നീ ഇച്ചിരി മോശമായിരുന്നു, പക്ഷെ നീ തിരിച്ചു വന്നു. നീ ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് എനിക്കറിയാം, അതുകൊണ്ട് എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. പക്ഷെ പത്രോസെ, നീ എന്ത് ചെയ്യരുത്? ഇനി നീ പഴയ വഴികളിലേക്ക് പോവരുത്. ഒരു ടെസ്റ്റ് ഞാൻ പറഞ്ഞു തരാം. മനസ്സിലാവുണ്ടോ? ഒരു എക്സസൈസ് ഞാൻ പറഞ്ഞു തരാം. എന്താ എക്സസൈസ് എന്താണെന്നറിയാമോ? ഇനി നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ചില മാറ്റങ്ങൾ സംഭവിക്കും. ദൈവം ഇടപെടുന്ന ജീവിതമാണെങ്കിൽ ആ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും. എന്താ മാറ്റം? എന്താണ്? നീ ചെറുപ്പമായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ? ചെറുപ്പം എന്ന് പറഞ്ഞാൽ എന്താ? പ്രായത്തിലാണോ? അല്ല, ആത്മീയതയിൽ നീ ചെറുപ്പമായിരുന്നപ്പോൾ. മനസ്സിലാവുണ്ടോ? ആത്മീയതയിൽ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ നീ ആ കുഞ്ഞായിരുന്നപ്പോൾ. അല്ലാതെ ചെറുപ്പം എന്ന് പറഞ്ഞാൽ 18-ന് താഴെ എന്നുള്ള അർത്ഥത്തിലല്ല. ചെറുപ്പമായിരുന്നോളൂ പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നീ ശിശുവായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ നിനക്ക് അത്രയും വലിയ ബന്ധമില്ലാതിരുന്നപ്പോൾ നീ നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. എന്നാൽ നീ ഈശോയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ നിനക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളും കർത്താവിനു വേണ്ടി നീ എന്ത് ചെയ്യേണ്ടി വരും? പറയൂ, നീ എന്ത് ചെയ്യേണ്ടി വരും? ചെയ്യേണ്ടി വരും. അതാണ് ദൈവം നിന്നെ നയിക്കുന്നുണ്ടോ എന്നതിൻ്റെ അർത്ഥം. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലൂടെ കർത്താവ് ചിലപ്പോൾ നമ്മളെ നയിക്കും. അതാണ് എൻ്റെ അർത്ഥം. അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും കൂടുതൽ മനസ്സിലാവും. ചില അസൈൻമെൻറ്റുകൾ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണല്ലോ ഇതെന്ന് വിചാരിക്കും. മനസ്സിലാവുണ്ടോ? നമ്മൾ ചിന്തിക്കും, ഇതിപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്ന ആളല്ലല്ലോ ഞാൻ ഇത് ചെയ്യുന്ന ആളല്ലല്ലോ, ഇതെന്തിനാണ് എന്നെ ഏൽപ്പിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കും. പക്ഷെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്രയും ബന്ധത്തിലേക്ക് വരുന്നെങ്കിൽ നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ കൂടി കർത്താവ് നമ്മളെ എന്ത് ചെയ്യും? ഏൽപ്പിക്കും. ഇഷ്ടമില്ലാത്ത സാഹചര്യത്തിലൂടെ കർത്താവ് നമ്മളെ കൊണ്ടുപോകും. സങ്കീർത്തനം 23 നമുക്കറിയാവുന്ന സങ്കീർത്തനം നമ്മൾ വായിക്കുന്നില്ലേ? മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര. ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? പറ, ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? എല്ലാവർക്കും ഇഷ്ടമുള്ളത് എന്താ? പച്ചയായ പുൽമേടുകളാണ്. ശരിയാണോ? ആണോ? എല്ലാവർക്കും ഇഷ്ടമുള്ളത് അതാണ്. മരുഭൂമി ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? ഇല്ല, ആർക്കും. നല്ല പച്ചപ്പുള്ള ഗ്രൗണ്ട് ആണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ വചനം പറയുകയാണ്, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നീ നടക്കുന്നതെങ്കിലും കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. അതാണ് അർത്ഥം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, നമുക്ക് ഇഷ്ടമില്ലാത്ത ചില സാഹചര്യങ്ങളിലൂടെ കർത്താവ് നമ്മളെ കൊണ്ടുപോകും. എന്തിനാ കൊണ്ടുപോകുന്നത്? എന്തിനാണ്? നമ്മൾ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെങ്കിലും നീ സ്വർഗത്തിലൊന്നെത്ത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് ഒരു വണ്ടി ബുക്ക് ചെയ്തു. KSRTCയുടെ ഏറ്റവും വലിയ വോൾവോ ബസ്, ഏറ്റവും സൂപ്പർ വണ്ടി, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഹൈഫൈ വൈഫൈ എല്ലാ ഫൈകളും ഉണ്ട്. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തു, നമുക്ക് നല്ലൊരു സൈഡ് സീറ്റൊക്കെ കിട്ടി അല്ലേ? ഒരു യാത്രയുണ്ട്. തിരുവനന്തപുരത്തു നിന്ന് തമ്പാനൂർ നിന്ന് യാത്ര തിരിക്കുക അല്ലെ? കയറിയ ഉടനെ വെൽക്കം ഡ്രിങ്ക് തന്നു. നമ്മുടെ പുഷ് ബാക്ക് സീറ്റ്, നല്ല തണുപ്പ്, പുതയ്ക്കാനുള്ള കമ്പിളി പുതപ്പ് എല്ലാം തന്നു. ഹൈഫൈ, നല്ല ഇൻ്റർനെറ്റ് സ്പീഡ്, നല്ല രസമുണ്ട്. കൊള്ളാം. ചാർജ് ചെയ്യാനുള്ള സൗകര്യം, എല്ലാ സൗകര്യമുണ്ട്. ആരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യില്ല. നമ്മളിങ്ങനെ മുന്നോട്ട് പോവാണ്.
നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു കോഴിക്കോട് കഴിഞ്ഞ സമയത്ത്, കോഴിക്കോട് എത്തിയ സമയത്ത് എന്തൊക്കെ ചില സൗണ്ടുകൾ കേട്ടു. പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, വണ്ടി എന്തോ കംപ്ലൈൻ്റ് ആയി. രാത്രിയാണെന്ന് വിചാരിക്കുക, രാത്രി 2-2:30 ആയി, 2:30 മണി. ബാംഗ്ലൂരിൽ എത്തിയിട്ട് നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ വലിയ സൗകര്യത്തിലാണ് പോയത്, നല്ല പൊക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കോഴിക്കോട് വന്നപ്പോൾ വണ്ടി എന്ത് ചെയ്തത്, ബ്രേക്ക് ഡൗൺ. രാത്രി 2:30 മണിയായി. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. രാത്രി 2:30 അല്ലേ, ഒരു വിജനമായ വഴിയിലാണ് ഈ വണ്ടി പോയി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഡ്രൈവറോട്, കണ്ടക്ടറോട് ചോദിച്ചു, സാർ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, വണ്ടി മൂവ് ആവുന്നില്ല. വേറെ കുഴപ്പമൊന്നുമില്ല, വണ്ടി ഓടുന്നില്ല, വേറെ പ്രശ്നമൊന്നുമില്ല, ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പോൾ വണ്ടി സൈഡ് ഒതുങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഡ്രൈവറും കണ്ടക്ടർ സാധാരണ ആളുകളെ കാണിക്കുന്നത് പോലെ അടിയിലോട്ട് നോക്കുന്നു. ഒന്നും മനസ്സിലായിട്ടല്ല, വെറുതെ നോക്കുന്നു മാത്രമേ ഉള്ളൂ. നോക്കണമല്ലോ, അങ്ങനെ നോക്കുന്നു. ടയറിലൊക്കെ പോയി നോക്കുന്നു, ടയറിനൊന്നും ഒരു പ്രശ്നമില്ല. പ്രശ്നം അതിൻ്റെ ഹൃദയത്തിനകത്താണ്, എഞ്ചിനകത്താണ്. മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ ഒരു പിസ്റ്റൺ വർക്ക് ചെയ്യാത്തത് കൊണ്ട് വണ്ടി അനങ്ങുന്നില്ല, രക്ഷയില്ല. അപ്പോൾ ആരോ പറഞ്ഞു, ചിലപ്പോൾ ഒന്ന് റേഡിയേറ്ററൊക്കെ ചൂടായിട്ടായിരിക്കും, കുറച്ച് നേരം ഒന്ന് തണുക്കട്ടെ എന്ന് വിചാരിച്ചു. മഴ കനത്ത് വരികയാണ്. മഴ കനത്ത് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, അല്ലേ, ഇപ്പം പോയാൽ തന്നെ രാവിലെ 8 മണിക്ക് അവിടെ ചെല്ലത്തേ ഉള്ളൂ ബാംഗ്ലൂർ. പിന്നെ ജസ്റ്റ് ഫ്രഷായിട്ട് 9:30 ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടി അവിടെ അറ്റൻഡ് ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് നിങ്ങൾ പോവാണെന്ന് വിചാരിക്കുക. അപ്പോഴത്തേക്കും മഴ കനത്തു. അരമണിക്കൂർ, 2:30 ആയി. വണ്ടി വീണ്ടും ഒന്നുകൂടെ എൻജിൻ തണുത്തിട്ട് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോഴും വണ്ടി ഒന്ന് അനങ്ങിയിട്ടങ്ങ് നിൽക്കുകയാണ്, വണ്ടി മൂവ് ആവുന്നില്ല. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, ഇനിയിപ്പോൾ ഇതിൻ്റെ മെക്കാനിക്ക്, ഇത് വലിയ വോൾവോ ബസ്സാണ്, ഇതിൻ്റെ മെക്കാനിക്ക് ഒന്നി തിരുവനന്തപുരത്ത് നിന്ന് വരണം, അല്ലെങ്കിൽ കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് വരണം. ഇതാരെങ്കിലും വന്നാലേ ഇത് നന്നാവുള്ളൂ. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ ഇതെന്ത് ചെയ്യില്ല, ഇത് കൂടില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇരിക്കാനും നമുക്ക് അസ്വസ്ഥതയായി. കാരണം ഈ വണ്ടിക്കകത്ത് ഓടിയാൽ പോലും അവിടെ എത്തില്ല. അപ്പോഴാണ് ഒരു ബസ് വരുന്നത്. KSRTCയുടെ തന്നെ ഒരു ബസ് വരികയാണ്. ആ ബസ് വരുമ്പോൾ കൈ കാണിച്ച് നമ്മൾ നിർത്തി. അത് ബാംഗ്ലൂർ വണ്ടിയാണെന്ന് വിചാരിക്കുക. അതിന് വലിയ സൗകര്യമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, ആ വണ്ടി ഡ്രൈവർ കൈ കാണിച്ച് നിർത്തി അല്ലേ. അതിൽ പുഷ് ബാക്ക് സീറ്റൊന്നുമില്ല, സീറ്റ് തന്നെ പലതുമില്ല. അങ്ങനൊരു വണ്ടി, മനസ്സിലാവുന്നുണ്ടോ? അതിന് കൃത്യമായിട്ട് മഴ പെയ്യുമ്പോൾ അകത്തേക്ക് വെള്ളം വീഴാതിരിക്കാനുള്ള ഷട്ടർ പോലും ഇല്ല, അതെല്ലാം നനയും. രാത്രി 2:30 മണിക്ക് അവിടെ നിൽക്കുകയാണ്. നമ്മൾ ആരെങ്കിലും 9:30 ഇൻ്റർവ്യൂവിന് ചെല്ലേണ്ട ആരെങ്കിലും, അല്ലെങ്കിൽ ഈ ഡ്രൈവറോട് നമ്മൾ ചോദിക്കുകയാണ്, എപ്പോൾ എത്തും, ബാംഗ്ലൂർ എപ്പോൾ എത്തും? അപ്പോൾ അയാൾ പറയുകയാണ് 8 മണിക്കെത്താം. അതുപോലെ പോയി വണ്ടി 8 മണിക്കെത്തും. ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഈ 9:30 ഇൻ്റർവ്യൂവിന് കയറേണ്ട ആരെങ്കിലും പറയുമോ, അല്ല ഞാൻ ഇതിന് പുഷ് ബാക്ക് സീറ്റ് എവിടെ, ഇതിനകത്തേക്ക് വെള്ളം വീടുന്നല്ലോ, അത് വെള്ളം വീടാതിരിക്കാനുള്ള ഗ്ലാസ് ഡോറുകൾ എവിടെ, വണ്ടിക്കകത്തേക്ക് കയറുമ്പോൾ ഓറഞ്ച് ജ്യൂസ് തരാനായിട്ട് എയർ ഹോസ്റ്റസ് പോലുള്ള ആളുകൾ ആരും ഇല്ലല്ലോ, വെൽക്കം ഡ്രിങ്ക് ഇല്ലേ? അവർ പറയും ഡ്രിങ്ക് അല്ല, വേറെ പല ഭാഷകളിൽ പറഞ്ഞിട്ട് പറയും വേണം കയറാൻ പറയും. അപ്പം നമ്മൾ ഈ വണ്ടിക്കകത്ത് കയറാതിരിക്കില്ല. നമ്മളെല്ലാവരും എന്ത് ചെയ്യും, ഒരു വിജനമായ സ്ഥലമാണ്, രാത്രി 2:30 മണിയാണ്, നമ്മൾ എങ്ങനെ എന്ത് ചെയ്യും, ഈ പൊട്ട വണ്ടിക്കകത്ത് കയറും. പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്താണ്? ഈ വണ്ടിക്കകത്തിരുന്ന് ഉറങ്ങുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. മറിച്ച് നമ്മുടെ ലക്ഷ്യം എന്താണ്? 8 മണിക്ക് ബാംഗ്ലൂരിലെത്തുക എന്നുള്ളതാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇതാണ് ഒരു ലക്ഷ്യത്തിനു വേണ്ടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ വണ്ടി മാറി കയറേണ്ടതായിട്ട് വരും. വന്ന വോൾവോ വണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ചിലപ്പോൾ വഴിയരികിൽ ഉപേക്ഷിക്കേണ്ടതായി വരും. നമ്മൾ വന്ന ഒരു രീതിയുണ്ട്, മനസ്സിലാവുന്നുണ്ട്? നമ്മൾ ഭയങ്കര പ്രമാണിയായിട്ട് ഇങ്ങനെ വന്ന ഒരു രീതിയുണ്ട്. ആ ഒരു മൂടുപടം ചിലപ്പോൾ നമ്മൾ അഴിച്ചു വെക്കേണ്ടതായിട്ട് വരും. രാജാവായിട്ടാണ് നമ്മൾ ഇത്രയും നാൾ സ്റ്റേജിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ചിലപ്പോൾ നമുക്കൊരു പടയാളിയെ പോലെ കുന്തവും പിടിച്ച് ഇനിയുള്ള കാലം ഈ സ്റ്റേജിൽ നിൽക്കേണ്ടതായി വരും. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്താണ്? എങ്ങനെയും ഈ നാടകം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവണം? അതാണ് പത്രോസിനോട് കർത്താവ് പറഞ്ഞത്, ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകും. മനസ്സിലാവണം? ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകും. ഇഷ്ടമില്ലാത്ത, അല്ലേ, പണ്ടൊക്കെ നീ തന്നെയായിരുന്നു നിന്റെ അര മുറുക്കിക്കൊണ്ടിരുന്നത്. ഇനി നീ എന്ത് ചെയ്യണ്ട, നീ ഇങ്ങനെ നിൽക്കുകയുള്ളൂ, വേറൊരാൾ വന്ന് നിന്റെ അര മുറുക്കും. മനസ്സിലാവുന്നുണ്ട്? എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിൻ്റെ ലക്ഷ്യം എന്താണ്? നമ്മളെ 8:30 ഇൻ്റർവ്യൂവിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ചിലപ്പോൾ ഒരു മിന്നൽ ബസ് അയക്കും, ചിലപ്പോൾ ഒരു വോൾവോ ബസ് അയക്കും, ചിലപ്പോൾ ഒരു പാണ്ടിലൂറി ആയിരിക്കും കർത്താവ് അയക്കുന്നത്. കയറി പൊക്കോണം അതിനകത്ത്. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ.
മനസ്സിലാവുന്നുണ്ട്? ചിലപ്പോൾ വണ്ടി കിട്ടാത്ത സ്ഥലത്ത് വരുന്നത് ഒഴിഞ്ഞു വരുന്ന ഒരു പാണ്ടി ലോറി ആയിരിക്കും. അതിനകത്ത് അതിന്റെ ക്യാബിന് എങ്ങനെയും പിടിച്ച് കയറി ഇരുന്ന് നമ്മുടെ ലക്ഷ്യം ഇതിനകത്തിരുന്ന് ഉറങ്ങുക, 2:30 മുതൽ 4:30 വരെ ഉറങ്ങുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. മറിച്ച് നമ്മുടെ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യസ്ഥാനത്തെത്തി ആ ജോലി കരസ്ഥമാക്കുക എന്നുള്ളതാണ്. സാറെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ വണ്ടി മാറി കയറേണ്ടതായിട്ട് വരും. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യരുത്? അസ്വസ്ഥത വിചാരിക്കരുത്. നമ്മുടെ കൂടെ ഒരാളെ കർത്താവ് ചേർത്ത് നിർത്തുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് എനിക്ക് വേണ്ടിയിട്ടാണ്. എന്നെ സ്വർഗത്തിലെത്തിക്കാൻ കർത്താവ് ഒരാളെ എൻ്റെ കൂടെ നിർത്തുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? ഒരു കുഞ്ഞിനെ ദൈവം നമുക്ക് തരുന്നു എന്ന് വിചാരിക്കും. ഓട്ടിസം ബാധിച്ചൊരു കുഞ്ഞാണെന്ന് വിചാരിക്കും, ഹൈപ്പർ ആക്റ്റീവ്. എന്തിനാ കുഞ്ഞിനെ തരുന്നത്? ആ കുഞ്ഞിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവരാജ്യത്തിൽ എത്തണം. അതൊരു ശിക്ഷയല്ല, കർത്താവ് തരുന്ന ഒരു ടൂളാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. കർത്താവ് തരുന്നൊരു ടൂളാണ്. കാനഡയിൽ ചെന്നപ്പോൾ ഡാനിയേലിന് മാരകമായി ബുദ്ധിമുട്ടുണ്ടായി. എന്താ കാര്യം എന്താണ്? അതൊരു ടൂളാണ്. മനസ്സിലാവണം? അതൊരു ആയുധമാണ്. അത് എടുത്ത് വെട്ടിക്കോണം. ആ ആയുധം കണ്ടിട്ട് പേടിച്ചോടാൻ നിൽക്കരുത്. അതൊരു ടൂളാണ്. ജീവിതത്തിൽ കിട്ടുന്നത് മുഴുവൻ ആയുധമാക്കി നമ്മൾ മാറ്റിക്കോണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അതിലൂടെ അടിച്ചടിച്ച് എന്ത് ചെയ്തോണം? പടവെട്ടി കയറിപ്പോകണം. ഒരു കിരീടം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ.